Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Sallallahu ala Muhammadin wa alihi wa ashabihi ajma'in. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatan min lisani yafqahu qawli. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമായ കൊൽക്കത്തയിൽ ലെനിൻ സരണി എന്ന ഒരു റോഡുണ്ട്. നിങ്ങൾ അവിടെ സന്ദർശിച്ചാൽ ഒരു ടിപ്പു മസ്ജിദ് കാണാം. ടിപ്പു സുൽത്താന്റെ പേരിലുള്ള പള്ളിയാണ്. ആ പള്ളി നിർമ്മിക്കപ്പെടുന്നത് ടിപ്പു സുൽത്താന്റെ മരണത്തിന് ശേഷമാണ്. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്ന ശേഷം അദ്ദേഹത്തിന്റെ മക്കളും കുടുംബക്കാരും മൈസൂർ കേന്ദ്രീകരിച്ച് ഒരു കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടാക്കാനുള്ള സാധ്യത മുമ്പിൽ കണ്ടുകൊണ്ട് ടിപ്പു കുടുംബത്തെ ബ്രിട്ടീഷുകാർ ബംഗാളിലേക്ക് നാടുകടത്തി. ബംഗാളിലേക്ക് നാടുകടത്താനുള്ള കാരണം ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആസ്ഥാനമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു ബംഗാൾ. അങ്ങനെ ബംഗാളിലേക്ക് നാടുകടത്തപ്പെട്ട ടിപ്പു കുടുംബത്തിന് എക്കോ കൊടുത്തു. അവിടെ കുറച്ച് ഭൂമി കൊടുത്തു, താമസിക്കാനും പള്ളി നിർമ്മിക്കാനും കൃഷി ചെയ്യാനും ഒക്കെയായി. അങ്ങനെ ടിപ്പുവിൻ്റെ മക്കളാണ് ടിപ്പു സുൽത്താന്റെ പേരിൽ ടിപ്പു മസ്ജിദ് പണിതത്. അവർക്ക് നൽകപ്പെട്ട ഭൂമിയൊക്കെ പിന്നീട് പല കമ്പനികളും സ്വകാര്യ മുതലാളിമാരും ക്ലബുകളും ഒക്കെ കൈയടക്കി. ഇപ്പൊ ടിപ്പുവിന്റെ കുടുംബക്കാർ, അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളുടെ മക്കൾ ബംഗാളിൽ ചായ വിറ്റും റിക്ഷ വലിച്ചും ചെറിയ കച്ചവടങ്ങൾ ചെയ്തുമൊക്കെ ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ പള്ളിയിൽ നിങ്ങൾ പോയാൽ വളരെ പഴയ ഒരു പള്ളി, കാര്യമായ അറ്റകുറ്റപ്പണികളൊന്നും നടന്നിട്ടില്ല. അതിൻ്റെ ഭിത്തിയും റൂഫുമൊക്കെ പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ദയനീയമായ കാഴ്ച അതിൽ ഉളുവെടുക്കുന്ന ഹൗലുകളുടെ അടുത്താണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള പഴയ ടാപ്പുകൾ, ക്ലാവ് പിടിച്ച ടാപ്പുകൾ, നമ്മൾ ഇരിക്കാൻ പോലും മടിക്കുന്ന ചെറിയ സിമന്റ് കൊണ്ടുണ്ടാക്കിയ ചെറിയ സ്റ്റൂള് പോലെയുള്ള ഇരിപ്പിടങ്ങൾ. ആ പള്ളി സന്ദർശിച്ചപ്പോൾ, ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഉത്തരേന്ത്യയിലേക്ക് ആദ്യമായി യാത്ര നടത്തുന്നത്. ആ യാത്രക്കിടയിലാണ് ഈ പള്ളി സന്ദർശിച്ചത്. ആ പള്ളി സന്ദർശിച്ചപ്പോൾ ശരിക്കും എനിക്ക് തോന്നിയത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തെയും വർത്തമാനകാലത്തെയും ആ പള്ളി ശരിക്കും പ്രതീകവൽക്കരിക്കുന്നുണ്ട് എന്നതാണ്. കാരണം ആ പള്ളി ഉള്ളത് ടിപ്പുവിന്റെ പേരിലാണ്. ടിപ്പു സുൽത്താൻ ഇന്ത്യ കണ്ട ധീരനായ ഭരണാധികാരിയാണ്. ഇന്ത്യയിലെ ഭരണാധികാരികളിൽ വേറിട്ട് നിന്ന വ്യക്തിത്വമാണ്. ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ തന്നെ അഭിമാനങ്ങളിൽ ഒന്നായിരുന്നു ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി പടക്കളത്തിൽ രക്തസാക്ഷ്യം വരിച്ച ഒരേ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അപ്പൊ ടിപ്പു എന്ന പേരും അദ്ദേഹത്തിന്റെ ഭരണവും ഒരു പ്രതാപകാലത്തെ അനുസ്മരിപ്പിക്കുന്നു. എന്നാൽ ഇന്നത്തെ ടിപ്പു മസ്ജിദ് ഇന്നത്തെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥയെയും പ്രതീകവൽക്കരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹം എങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി? എന്താണ് ഇതിന്റെ പരിഹാരം? ഈ 2 കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നാം കാണുന്നു.
ശരിക്കും ഇസ്ലാം ഇന്ത്യയിലേക്ക് വരുന്നത് പ്രധാനമായും 3 വഴികളിലൂടെയാണ്. ഒന്ന്, മാലിക് ബിൻ ദിനാറിന്റെ നേതൃത്വത്തിൽ ദക്ഷിണ ഇന്ത്യയിൽ, കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും അതിന്റെ ഭാഗങ്ങളിലുമൊക്കെയായി കുറേയേറെ പ്രബോധകന്മാരിലൂടെ വന്നു. ഉത്തരേന്ത്യയിൽ സൂഫി പ്രബോധകന്മാരിലൂടെയാണ് ഇസ്ലാമിന്റെ പ്രചാരണം കാര്യമായിട്ട് നടന്നത്. മറ്റൊരു വഴി മുഹമ്മദ് ബിൻ ഖാസിമിന്റെ സിന്ധ് ആഗമനമാണ്. അതിനെ സിന്ധ് ആക്രമണമെന്നും സിന്ധ് അധിനിവേശമെന്നും വിളിക്കുന്നു. മുഹമ്മദ് ബിൻ ഖാസിം എന്ന സൈന്യാധിപന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സിന്ധിലേക്കുള്ള ആഗമനമാണ് മറ്റൊരു വഴി. ഈ 3 വഴികളിലൂടെയാണ് ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൂഫി വര്യന്മാരിലൂടെയുള്ള ഇസ്ലാമിന്റെ ആഗമനം. കേരളത്തിലാണെങ്കിൽ കച്ചവടക്കാരിലൂടെയുള്ള ഇസ്ലാമിന്റെ ആഗമനം. അങ്ങനെ കടന്നു വന്ന ഇസ്ലാം ശരിക്കും ഇന്ത്യക്ക് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, അതിൻ്റെ ആദർശം. വളരെ സൗന്ദര്യമുള്ള ഒരാദർശത്തെ ഇന്ത്യൻ ജനതയെ പരിചയപ്പെടുത്തുകയാണ് ഈ പ്രബോധകന്മാർ ചെയ്തത്. ആ ആദർശത്തിന്റെ മുഖമായി അവർ അവതരിപ്പിച്ചത് സ്നേഹം, സമത്വം, സാഹോദര്യം തുടങ്ങിയ ആശയങ്ങളാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ ഇസ്ലാമിനെ കുറിച്ച് കുറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. മതസംഘടനകൾക്കിടയിൽ, മതപ്രഭാഷണങ്ങളിൽ, എഴുത്തുകളിൽ നടക്കുന്ന ഒരു ചർച്ചയുണ്ട്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഇസ്ലാമിനെയാണ് അന്ന് ഇവിടെ അവതരിപ്പിച്ചിരുന്നത്. അനുഭവങ്ങളിലൂടെയാണ് ഇത് പകർന്നു കൊടുത്തത്. അന്ന് ഇന്നത്തെ പോലെ നെടുങ്കൽ പ്രസംഗങ്ങളില്ല, വലിയ പുസ്തകക്കെട്ടുകളില്ല, വാല്യങ്ങൾ വരുന്ന ഖുർആൻ പരിഭാഷകളില്ല, ഇതൊന്നുമില്ല. സൂഫി വര്യന്മാരുടെയും അവരുടെ ആലിംഗനങ്ങളിലൂടെയും അവരുടെ വർത്തമാനങ്ങളിലൂടെയും അവരുടെ സ്നേഹങ്ങളിലൂടെയുമാണ് ഇസ്ലാം പ്രചരിച്ചത്. കച്ചവടക്കാരുടെ സ്വഭാവങ്ങളിലൂടെയാണ് ഇസ്ലാം പ്രചരിച്ചത്. അതിന്റെ മുഖമുദ്ര ഇതാണ്: സമത്വവും സാഹോദര്യവും നീതിയും. ഇങ്ങനെയാണ് ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് സമത്വമായിരുന്നു. നമ്മൾ ഇന്ത്യയിലെ പ്രഗത്ഭരായ തത്വചിന്തകന്മാരും ചരിത്രകാരന്മാരും ഹിന്ദു സന്യാസിമാരുടെയും ഒക്കെ എഴുത്തുകൾ വായിച്ചാൽ സ്വാമി വിവേകാനന്ദൻ, സർദാർ പണിക്കർ, ജവഹർലാൽ നെഹ്റു ഇവരൊക്കെ എഴുതിയിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശം എന്താണ് എന്ന്. സമത്വത്തിന്റെ പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി എന്നാണ് ജവഹർലാൽ നെഹ്റു രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഇസ്ലാം ഒരു സമത്വത്തിന്റെ ആദർശത്തെ ഇന്ത്യൻ ജനതയ്ക്ക് പരിചയപ്പെടുത്തി. ഇപ്പൊ ഇന്ത്യയിലെ ജനതയുടെ വിമോചനത്തിൽ അത് വലിയ പങ്കുവഹിച്ചു. ഇതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, ഇസ്ലാം ഇന്ത്യയുടെ നാഗരികതയെ നിർമ്മിച്ചെടുത്തു എന്നതാണ്. ഇസ്ലാം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മുസ്ലിം സമൂഹം നിർമ്മിച്ചെടുത്തു എന്ന് പറയുന്നതാണ്. ഇന്ത്യ ഒരുപാട് ജനങ്ങൾ ജീവിച്ച ഒരു നാടായിരുന്നുവെങ്കിലും സമ്പന്നമായ ഒരു നാഗരികത ഇന്ത്യക്ക് അവകാശപ്പെടാൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ആ നാഗരികത ഇന്ത്യക്ക് നൽകുന്നത് ഇസ്ലാം. കെട്ടിട നിർമ്മാണ രംഗത്ത്, സാംസ്കാരിക മേഖലയിൽ, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, മറ്റൊരുപാട് മേഖലകളിൽ ഒരു ജനതയുടെ സാമൂഹിക വളർച്ചയെ, ഒരു ജനതയുടെ സാംസ്കാരിക വളർച്ചയെ, ഒരു ജനതയുടെ നാഗരിക പുരോഗതിയെ ശരിക്കും ഇന്ത്യയിലെ മുസ്ലിം സമൂഹം വലിയ അളവിൽ വളർത്തിയെടുത്തിട്ടുണ്ട്. അതിൽ ഇന്ത്യയിലെ മുസ്ലിം ഭരണം വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ വിളക്ക് കത്തിക്കുന്ന രീതി എങ്ങനെ ഉണ്ടായി? വസ്ത്രം തുന്നുന്ന രീതി എങ്ങനെ ഉണ്ടായി? ഇങ്ങനെ കുറെ സംഗതികൾ നമ്മൾ പഠിച്ചു. കെട്ടിട നിർമ്മാണം എങ്ങനെ ഉണ്ടായി? ഇന്നും ഇന്ത്യയിലെ ഏറ്റവും ആകർഷകമായിട്ടുള്ള കെട്ടിട നിർമ്മാണ രീതി അത് പേർഷ്യൻ വാസ്തുശില്പ മാതൃകയാണ്. നമ്മുടെ പള്ളി മിനാരങ്ങളും, നിങ്ങൾ രാജസ്ഥാനിലെ കൊട്ടാരങ്ങൾ പോയി നോക്കിയാൽ കാണാം. രാജസ്ഥാനിലെ കൊട്ടാരങ്ങളുടെ കുംഭമിനാരങ്ങളും നമ്മുടെ പള്ളിയുടെ മിനാരങ്ങളും ഒക്കെ ഒരുപോലെയാണ്, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. രാജസ്ഥാനിലൊക്കെ ജയ്സാൽമീറിലൊക്കെ റെയിൽവേ സ്റ്റേഷനും നമ്മുടെ പള്ളി മിനാരങ്ങളിലും ഒരുപോലെയാണ്. ഇതൊക്കെ വരുന്നത് ഒരു നാഗരികതയെ, ഒരു സംസ്കാരത്തെ നമ്മൾ മുസ്ലിം സമൂഹത്തിന്റെ ഭൂതകാലത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്. ഇന്ത്യ ഒരു രാജ്യമായി മാറുന്നത്, ഒരു നാഗരിക രാഷ്ട്രമായിട്ട് മാറുന്നത് അങ്ങനെയാണ്. ഒട്ടുമാവിന്റെ കൃഷി രീതി ഇന്ത്യയെ പഠിപ്പിച്ചത് മുസ്ലിം സമൂഹമാണ്. കെട്ടിടങ്ങൾക്ക് അടിയിലൂടെ AC പ്രവർത്തിപ്പിക്കുന്ന രീതി ഇന്ത്യൻ ജനതക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് മുസ്ലിം സമൂഹമാണ്. ഇപ്പൊ നജീബ് സാഹിബ് കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ, മാൽദ, പശ്ചിമ ബംഗാളിലെ മാൽദ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഒരു ജില്ലയുണ്ട്. മാൽദയിൽ പഴയ കെട്ടിടാവശിഷ്ടങ്ങളിൽ സന്ദർശിക്കാൻ പോയാൽ നമുക്കിവിടെ കാണിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. തലശ്ശേരിയിൽ നമ്മൾ ഇതുപോലെ ഒരു പ്രോഗ്രാമിൽ അതൊക്കെ കാണിച്ചിരുന്നു.
അവിടെ ആ കെട്ടിടം ഒക്കെ പൊളിഞ്ഞു തീർന്നിരിക്കും. അതിൻ്റെ അടുത്ത് വലിയൊരു കൂറ്റൻ മതിലുണ്ട്. അപ്പൊ ആ പൊളിഞ്ഞു വീണ കെട്ടിടത്തിന്റെ തറ ഫൗണ്ടേഷൻ നമ്മൾ നോക്കിയാൽ ഫൗണ്ടേഷന്റെ രണ്ട് ഭാഗത്തെ കല്ലുകൾക്ക് ഇടയിലൂടെ ഒരു ചാല് കീറിയിട്ടുണ്ട്. നമ്മുടെ ഒരു ഡ്രെയിനേജ് പോലെ ചെറിയ ഒരു ഫൂട്ട് താഴ്ചയും ഒരു ഫൂട്ട് വീതിയുമുള്ള ഒരു ചാലുണ്ട്. ഈ ഫൗണ്ടേഷന്റെ ഉള്ളിലാണ്. ആ ഫൗണ്ടേഷന്റെ ഉള്ളിലൂടെ വെള്ളം കടത്തി വിടുകയാണ്. അപ്പൊ അതിന്റെ മുകളിൽ കെട്ടിടം ഉണ്ടാകും, കല്ലൊക്കെ വെച്ചിട്ടുണ്ടാകും. ആ കല്ല് വെച്ചതിന്റെ ഉള്ളിലൂടെ ചുമരിന്റെ താഴ്ഭാഗത്തുകൂടെ കെട്ടിടത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ വെള്ളം കടത്തി വിട്ടുകയാണ്. ഈ വെള്ളം സ്വാഭാവികമായി ഇതിന്റെ ഈ കറക്കത്തിൽ വെള്ളം കെട്ടിടത്തെ തണുപ്പിക്കും എന്നാണ്. അങ്ങനെ ഒരു എയർ കണ്ടീഷനിങ് സംവിധാനം നിങ്ങൾ ഇപ്പോഴും പോയാൽ ആവശ്യത്തെ കാണാൻ പറ്റും. അത് അങ്ങനെ ഒരുപാട് സംഗതികൾ നെഹ്റു അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ഇത്തരം ഒരുപാട് വിഷയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇന്ത്യൻ സംസ്കാരത്തെ വല്ലാതെ മുസ്ലിം സമൂഹം വളർത്തിയെടുത്തിട്ടുണ്ട്. ഹിന്ദു മതഗ്രന്ഥങ്ങൾ ആദ്യമായി ലോകം കാണുന്നത് മുസ്ലിംകൾ വിവർത്തനം ചെയ്തിട്ടാണ്. ഭഗവത്ഗീത പോലെയുള്ള ഹിന്ദു ഗ്രന്ഥങ്ങളിൽ ലോകം അറിയുന്നത്, പരിചയപ്പെടുന്നത് മുസ്ലിം സമൂഹം അതിനെ വിവർത്തനം ചെയ്ത് ലോകത്തെ എത്തിച്ചിട്ടാണ്. അപ്പൊ നമ്മളുടെ മുമ്പിൽ അതിന്റെ ഒരു ഫിക്രി ചർച്ച വരും. അങ്ങനെ ഒരു ഹിന്ദു മതഗ്രന്ഥം നമ്മൾ വിവർത്തനം ചെയ്തിട്ട് ലോകത്ത് പ്രചരിപ്പിക്കാൻ പറ്റും. പക്ഷെ വിജ്ഞാനത്തെ വിജ്ഞാനമായും സംസ്കാരത്തെ സംസ്കാരമായും ആത്മീയതയെ ആത്മീയതയായി കാണാൻ വിശ്വാസപരമായ കാര്യവും വേർതിരിവും അതിനപ്പുറത്ത് മറ്റൊരു വിഷയമാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇത്രമാത്രം വല്ലാത്ത ഒരു ബന്ധം ഇന്ത്യൻ സമൂഹവുമായി നാഗരികതയുമായി ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിനുണ്ട്. അങ്ങനെ ആ വളർച്ചയിൽ പങ്കുവഹിച്ചിട്ടുള്ളത് വലിയ അളവിൽ മുസ്ലിം ഭരണകൂടങ്ങളാണ്. ഇപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് ഉണ്ട്, മുഗൾ ഭരണമുണ്ട്, ഷെർക്കി സുൽത്താനേറ്റ് ഉണ്ട്. ഒരുപാട് നമ്മൾ ഉത്തരേന്ത്യയിലൂടെ യാത്ര ചെയ്താലാണ് എത്ര മുസ്ലിം ഭരണകൂടങ്ങളാണ് ഇന്ത്യ ഭരിച്ചു പോയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ബംഗാളിലൊക്കെ നമ്മൾ പോയാൽ ഇന്ന് നമ്മളുടെ മുമ്പിലുള്ള ഒരു ബംഗാളിന്റെ ചിത്രം ആകെക്കൂടെ പിന്നാക്കക്കാരായ റിക്ഷാവലിക്കാരുള്ള ഒരു സംസ്ഥാനം എന്നതാണ്. യഥാർത്ഥത്തിൽ ബംഗാളിന്റെ ഭൂതകാലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തു പോയാൽ കാണാൻ കഴിയും. ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ ശരിക്കും മുസ്ലിം സമൂഹത്തിന്റെ സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. അത് മുർഷിദാബാദിലുണ്ട്, ഗൗരിലുണ്ട്, മാൽദയിലുണ്ട്. അവിടെ ഒരു ഹസറുദ്ദുഹാരി പാലസ് ഉണ്ട്, 1000 വാതിലുകളുള്ള ഒരു കൊട്ടാരം. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇതൊക്കെ മുസ്ലിം സമൂഹം ഭരിച്ചിരുന്ന നാടാണ്. മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിരുന്ന നാടാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. പിന്നെ ഡൽഹിയിൽ പോയാൽ, ഡൽഹിയിൽ നമ്മൾക്ക് സാധാരണ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ പോയാൽ ആ ഒരു സമ്പന്നമായ ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ചരിത്രം 2-3 അർത്ഥത്തിലും ഉണ്ടായിരുന്നിട്ട് എങ്ങനെയാണ് നാം ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയത് എന്ന് നമ്മൾ ആലോചിക്കണം. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നാം നൽകിയിട്ടുള്ള വലിയ വിലയാണ് ഈ പതനം, ഈ പിന്നാക്കാവസ്ഥ. ഒന്നാമത്തെ കാരണം അതാണ്. ടിപ്പു സുൽത്താൻ എന്താണോ സംഭവിച്ചത് അത് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയിട്ടാണ്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ മൊത്തം ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് സംഭവിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയതിന് നൽകിയിട്ടുള്ള വിലയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ, വിശേഷിച്ചും ഉത്തരേന്ത്യയിലെ പിന്നാക്കാവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരം ഫർളാണ്, നിർബന്ധമാണ് എന്ന ഫത്വ ഇറക്കിക്കൊണ്ട് മുസ്ലിം പണ്ഡിത നേതൃത്വവും മുസ്ലിം സമൂഹവും മുന്നോട്ട് വന്നിട്ടുണ്ട്. വളരെ ശക്തമായ ഒരു ഏറ്റുമുട്ടലാണ് ആ രംഗത്ത് നടന്നിട്ടുള്ളത്. 1757 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ അനന്തരഫലം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് സാമ്പത്തികമായ തകർച്ച. ബ്രിട്ടീഷുകാർ മുസ്ലിം സമൂഹത്തെ സാമ്പത്തികമായി തകർക്കുവാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് ജോലികളിൽ നിന്ന് പിരിച്ചുവിട്ടു, വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥയിലേക്ക് മാറി. ഒരുപാട് മേഖലകളിൽ ഈ സ്വാതന്ത്ര്യ സമരം നമുക്ക് ഭൗതികമായ അർത്ഥത്തിൽ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ബംഗാളിന്റെ പിന്നാക്കാവസ്ഥയാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും അധികം നമുക്ക് കാണാൻ കഴിയുന്ന, നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ എത്ര പ്രതികൂലമായി ബാധിച്ചു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ബംഗാൾ. ബംഗാൾ ആയിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആസ്ഥാനം. ആ ബംഗാളിലാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രയാസപ്പെടുന്ന മുസ്ലിങ്ങളുള്ളത്. ബംഗാളിലും ബീഹാറിലും ജാർഖണ്ഡിലും. എനിക്ക് തോന്നുന്നില്ല ബംഗാളിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ബീഹാർ എന്ന്. എന്റെ അനുഭവത്തിൽ, എന്റെ യാത്രാനുഭവത്തിൽ ബംഗാളിനേക്കാൾ മോശമാണ് ബീഹാർ. ബംഗാൾ അല്ല ഏറ്റവും പിന്നാക്ക സംസ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കണക്കിന് ബംഗാളും ബീഹാറും ജാർഖണ്ഡും ഒക്കെ ഏകദേശം തുല്യമാണ്. അപ്പോ ബംഗാൾ എന്ന് പറയുന്നത് വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ബംഗാൾ ആയിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആസ്ഥാനം. ഈ ബംഗാളാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ദരിദ്രമായ മുസ്ലിംകൾ ജീവിക്കുന്ന പ്രദേശങ്ങളിലുള്ളത്. അതിലേക്ക് വരാനുള്ള കാരണം ബ്രിട്ടീഷ് ഭരണം. ബ്രിട്ടീഷ് ഭരണത്തിന്റെ എല്ലാ ചൂഷണങ്ങളും
പീഡനങ്ങളും അവിടെയാണ് നടന്നിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഊറ്റിയെടുത്തത് ശരിക്കും ബംഗാളിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ ലണ്ടനിലെ പ്രഭുക്കന്മാർ, ലണ്ടനിലെ സമ്പന്നരായ ആളുകൾ, അവർ പ്രഭുക്കന്മാരായി മാറിയിട്ടുള്ളത് ശരിക്കും ബംഗാളിനെ ചൂഷണം ചെയ്തിട്ടാണ്. ജെനിൻ പെരീര എന്ന് പറയുന്ന ജെർമി സിബ്രു എന്ന് പറയുന്ന രണ്ടുപേർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അവർ പറയുന്നുണ്ട്, ലണ്ടനിലെ പ്രഭുക്കന്മാരെക്കാൾ സമ്പന്നരായിരുന്നു ഒരു കാലത്ത് പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ. ലണ്ടനിലെ പ്രഭുക്കളെക്കാൾ സമ്പന്നരായിരുന്നു പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ. ഈ പശ്ചിമ ബംഗാളിലെ ബ്രിട്ടൻ കട്ടുമുടിക്കുകയാണ്, അല്ലെങ്കിൽ ഭരിച്ച് മുടിക്കുകയാണ്, ചൂഷണം ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ബംഗാൾ ചരിത്രത്തിൽ ഏറ്റവും വലിയ ക്ഷാമത്തിലേക്ക് പോകുന്നത്. അപ്പൊ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ദുരന്തമുണ്ട്, ബംഗാളിനെ ബാധിച്ചിട്ടുള്ള ക്ഷാമമുണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ് നമ്മെ ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടത്. ഇതാണ് ഒന്നാമത്തെ കാരണം, ബ്രിട്ടീഷ് ഭരണം. രണ്ടാമത്തേത് ഇന്ത്യയുടെ വിഭജനമാണ്. വിഭജനം എന്നത് ഇന്ത്യയിലെ ഒരു മഹാദുരന്തമാണ്. പക്ഷെ നമുക്ക് അതറിയില്ല. ഇന്ത്യയുടെ വിഭജനം ഇന്ത്യക്ക് എന്ത് ആഘാതമാണ് ഏൽപ്പിച്ചത് എന്ന് നമുക്കറിയില്ല. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രയാസം. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിഭജനം നമുക്കതിന്റെ ദുരന്തം അറിയാത്തതിന് കാരണം കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ്. ഷെഫി മുനീർ സാഹിബ് എന്ന് പറയുന്ന വിഭജനത്തിന് സാക്ഷിയായ ഒരു മഹാപണ്ഡിതൻ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഏതാണ്ട് 4-5 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ഷെഫി മുനീർ സാഹിബ് ഒരിക്കൽ കേരളത്തിലെ ഒരു ഇസ്ലാമിക പണ്ഡിതനോട് പറഞ്ഞു, നിങ്ങൾക്ക് വിഭജനത്തിന്റെ ദുരന്തം അറിയില്ല, കാരണം കേരളത്തിൽ വിഭജനം നടന്നിട്ടില്ല, വിഭജനം നടന്നത് ഉത്തരേന്ത്യയിലാണ്. ഈ വിഭജനമാണ് യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാനുള്ള രണ്ടാമത്തെ കാരണം. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മൗലാന ആസാദും സയ്യിദ് അബ്ദുൽ മൗദൂദിയും പോലെയുള്ളവർ അതിനിശ്ചിതമായി ഇന്ത്യ വിഭജനത്തെ എതിർത്തിരുന്നത്. ആസാദിന്റെ പുസ്തകം വായിച്ചാൽ നമ്മളത് മലയാളത്തിൽ കിട്ടും. ഇംഗ്ലീഷിൽ അതിന്റെ പുതിയൊരു വേർഷൻ, അതിന്റെ അദ്ദേഹം മാറ്റിവെച്ച ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇംഗ്ലീഷിൽ ഇപ്പോൾ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന ആളുകളൊന്നും എടുത്ത് വായിച്ചു നോക്കണം. എത്ര വിശദാംശങ്ങളോട് കൂടിയാണ് അദ്ദേഹം വിഭജനത്തിനെതിരെയുള്ള പോരാട്ടത്തെ വിശദീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ മുസ്ലിങ്ങൾ വിഭജനം നടന്നാൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം എന്തായിത്തീരും എന്ന് ഇന്ത്യയിലെ ക്രാന്തദർശികളായ 2 ഖുർആൻ പണ്ഡിതന്മാർ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്നത് 100% ശരിയാണ് എന്നതിന് ഇന്നത്തെ ബംഗാളും ബീഹാറും ഉത്തരേന്ത്യയും സാക്ഷിയാണ്. വിഭജനത്തോടു കൂടി സംഭവിച്ചത്, വിഭജനം നടന്നു, ഇന്ത്യ സ്വാതന്ത്ര്യം നേടി എന്നറിയുന്നവർ പാകിസ്ഥാനിലേക്ക് പോയി. ട്രെയിനിനും ബസ്സിലും ടിക്കറ്റ് എടുക്കാൻ കഴിയുന്നവർ പാകിസ്ഥാനിലേക്ക് പോയി. നടന്നു പോകാൻ കഴിയുന്നവർ പാകിസ്ഥാനിലേക്ക് പോയി. പിന്നെ ബാക്കിയായതാരം ഇന്ത്യയുടെ വിഭജനം നടന്നു എന്നറിയാത്തവർ. അങ്ങനെ ഒരു ജനത ഇന്നും ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പൗരന്മാരിൽ ഒരു വിഭാഗം ഇന്ത്യയുടെ വിഭജനം നടന്നു എന്ന് ഇപ്പോഴും അറിയാത്തവരാണ്. ബംഗാളിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോയ ചില സുഹൃത്തുക്കള് ബംഗാളിൽ നിന്ന് ഹോട്ടൽ ജോലിക്ക് കുറച്ച് ആളുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു കുട്ടിയോടൊക്കെ സംസാരിച്ച് അവൻ വരാൻ റെഡിയായി. ഞാൻ നാളെ വസ്ത്രമൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ വൈകുന്നേരം വീട്ടിലേക്ക് പോയി. രാവിലെ വന്നിട്ട് അവൻ പറയുന്നത് എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ എന്താ കാരണം? നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞുറപ്പിച്ചതല്ലേ. വരുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല, ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ പാസ്പോർട്ട് വേണം. അപ്പൊ ജനത ഏതൊരു കാലത്ത് ജീവിക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചു, ഏതൊരവസ്ഥയിൽ അവർ ജീവിക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചു. അപ്പൊ ഇങ്ങനെ വിഭജനം നടന്നതോടുകൂടി സാമാന്യ വിവരമുള്ളവരും അറിവുള്ളവരും പൈസയുള്ളവരും ഒക്കെ അത് പാകിസ്ഥാനിലേക്ക് പോയി. അതിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടാകുന്നത് രാഷ്ട്രീയ നേതൃത്വം. കേരളത്തിൽ നിന്ന് വരെ പോയിട്ടുണ്ട് രാഷ്ട്രീയ നേതൃത്വം, മുസ്ലിം സൈനികര്, ഉദ്യോഗസ്ഥന്മാർ. ആസാദ് ആ സമയത്ത് വെച്ചിട്ടുള്ള ഒരു നിബന്ധനയുണ്ട്, വിഭജനം നടക്കുമെന്ന് ഉറപ്പായി അദ്ദേഹം ആ ആത്മകഥയിൽ പറയുന്നുണ്ട്, വിഭജനം നടക്കുമെന്ന് ഞാൻ തോറ്റുപോയിരിക്കുന്നു, വിഭജനം അവസാനിപ്പിക്കുവാനുള്ള വിഭജനം ഇല്ലാതെ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. അവസാനം ലിയാഖത്ത് അലി ഖാനോട് ഞാൻ ഒരാവശ്യം ഉന്നയിച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, ലിയാഖത്ത് അലി ഖാന്റെ വീട്ടിൽ കയറി, രാത്രി വീട്ടിൽ കയറിയിട്ട് ലിയാഖത്ത് അലി ഖാൻ അവിടെ ഇല്ല. ആ സമയത്ത് ഭാര്യയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം തിരിച്ചു പോരുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, വിഭജനം ഞാൻ തോറ്റുപോയിരിക്കുന്നു, പക്ഷെ ഇനി എനിക്കൊന്നേ പറയാനുള്ളൂ, വിഭജിക്കപ്പെടുമ്പോൾ ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ ഭാഗത്തുള്ള സൈനികരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായ മുസ്ലിങ്ങൾ അവരെ നിങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർത്തണം. വിഭജിക്കപ്പെടുമ്പോൾ പാകിസ്ഥാന്റെ ഭൂമിയിൽ അവിടെയുള്ള ആളുകളെ മാത്രം, ഉദ്യോഗസ്ഥരെയും സൈനികരെയും നിങ്ങൾ അവിടെ നിർത്തിയാൽ മതി, ഇന്ത്യയിൽ ബാക്കിയാവുന്നവരെ ഇന്ത്യയിൽ തന്നെ നിർത്തണം എന്ന് പറഞ്ഞു.
പക്ഷെ സംഭവിച്ചത് ഇന്ത്യയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ, മുസ്ലിം സൈനികരെ, മുസ്ലിം ഉദ്യോഗസ്ഥരെ എല്ലാവരെയും ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയി. ആട്ടിൻപറ്റങ്ങൾ ബാക്കിയാവുകയും ഇടയന്മാരെല്ലാം പോവുകയും ചെയ്തു. ഇത് ശരിക്കും വലിയ ഒരു ദുരന്തമായിരുന്നു. അതിന്റെ ചരിത്രമൊന്നും നമ്മൾ വിശകലനം ചെയ്തിട്ട് വലിയ കാര്യമില്ല. പക്ഷെ എന്തൊക്കെ കാരണം പറഞ്ഞാലും അത് വലിയൊരു ദുരന്തമാണ്. ആ ദുരന്തം ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ആ രാജ്യം നിലനിൽക്കുന്ന കാലത്തോളം, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്ന കാലത്തോളം അതിന്റെ ദുരന്തം നാം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഏറ്റവും അധികം നമ്മൾ ഇപ്പോഴാണ് കൂടുതൽ അനുഭവിക്കുന്നത്. കാരണം ഓരോ പ്രശ്നമുണ്ടാകുമ്പോഴും ഉത്തരേന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് പാകിസ്ഥാനിലേക്ക് വിസ നൽകപ്പെടുന്നു. അവർക്ക് നേരെ ചൂണ്ടിക്കാണിക്കപ്പെടുക. ഓരോ പ്രശ്നമുണ്ടാകുന്ന സമയത്തും ഓരോ സന്ദർഭത്തിലും ഇത് പറയുന്നു. ഒരിക്കൽ ഡൽഹിയിൽ ബഹുമാന്യനായ ടി കെ അബ്ദുള്ള സാഹിബ് താജ്മഹൽ കണ്ടിട്ട് ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ ട്രെയിനിൽ ക്യൂ നിൽക്കുക, ടിക്കറ്റ് എടുക്കാൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ക്യൂവിന്റെ ഏറ്റവും മുമ്പിലായിട്ട് വേഷവും കൊണ്ട് രൂപം കൊണ്ട് മുസ്ലിമാണെന്ന് തിരിയുന്ന ഒരാൾ. മുന്നിലുള്ളവരൊക്കെ ടിക്കറ്റ് എടുത്ത് പോയപ്പോൾ ഇയാൾ മുന്നിലേക്ക് ടിക്കറ്റ് കൗണ്ടറിലെ നിന്ന് ടിക്കറ്റ് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തോട് ടിക്കറ്റ് കൊടുക്കുന്ന ആളുടെ മറുപടി, നിങ്ങൾ ഇനിയും പോയില്ലേ? ടിക്കറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തി. പിന്നെയും പുറകിലുള്ള ആൾക്ക് ടിക്കറ്റ് കൊടുത്തു. പിന്നെ ഇദ്ദേഹം ടിക്കറ്റ് ചോദിക്കുമ്പോൾ വീണ്ടും തിരിച്ചുള്ള ചോദ്യമാണ്, നിങ്ങൾ ഇനിയും പോയില്ലേ? എങ്ങോട്ട് പോയില്ലേന്നാ? ഡൽഹിയിലേക്ക് പോയില്ലേ എന്നല്ല ചോദിക്കുന്നു. മനസ്സിലായില്ലേ? പാകിസ്ഥാനിലേക്ക് പോയില്ലേ? ഈ ചോദ്യത്തെ പിന്നെയും പിന്നെയും നമ്മൾ നേരിടേണ്ടി വരുന്നത് വിഭജനം എന്ന ദുരന്തം നമ്മൾ അതിനെയും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇന്ത്യയിലെ തന്നെ വർഗീയതയുടെ വളർച്ചക്ക്, അത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ഒരു ഉപകരണമായിട്ട് അത് മാറി എന്നാണ്. അതുകൊണ്ടാണ് ആസാദിനെ പോലെയുള്ളവർ അതിനെ ദീർഘദൃഷ്ടിയോടുകൂടി വിഭജനത്തെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഇതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന വർഗീയ കലാപങ്ങളാണ് ഇന്നത്തെ ഈ ദുരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്, ഉത്തരേന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ആ വർഗീയ കലാപങ്ങൾ ഭീതിയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. പേടിയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ആലോചിച്ച് നോക്കും. ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ആലോചിച്ച് നോക്കും. വർഗീയ കലാപങ്ങൾ ചെയ്യുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, മനസ്സിൽ പേടി സൃഷ്ടിക്കുക. രണ്ട്, സമ്പത്ത് നശിപ്പിക്കുക. നിരന്തരമായ അഭയാർത്ഥികളായിട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ ജോലി ഉണ്ടാവില്ല, സമ്പാദ്യം ഉണ്ടാകില്ല, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു അവസ്ഥയിൽ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോഴേക്കും അടുത്ത വർഗീയ കലാപമുണ്ട്. അപ്പോൾ ഒരുതരം അരാജകമായ ജീവിതമാണ്. ലക്നൌവിൽ നിങ്ങൾ ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിൽ നിങ്ങൾ പോയാൽ ലാലു പ്രസാദ് യാദവ് എടുത്തു കൊടുത്തിട്ടുള്ള ഒരു എന്താണ് പറയുക, ഒരു കോളനി ഉണ്ടാണ്. അദ്ദേഹം ഉണ്ടാക്കിയതാണ്. ബഗൽപൂർ കലാപത്തിലും മറ്റും ഇരകളാക്കപ്പെട്ട ആളുകൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ ഓടിപ്പോന്നിട്ട് അവർക്ക് ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ വയ്യ. അങ്ങനെ തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിലാണ് ലാലു പ്രസാദ് യാദവ് അവിടെ ഒരു കോളനി പോലെ ഉണ്ടാക്കി കൊടുക്കുന്നത്, വലിയ ഒരു ബിൽഡിംഗ്. തിരിച്ചു പോകാൻ വയ്യ. നമ്മുടെ കേരളത്തിലൊക്കെ ഒരിക്കൽ നമ്മളത് അനുഭവിച്ചതാണ്. അങ്ങനെ അഭയാർത്ഥികളായി ആട്ടിയോടിക്കപ്പെട്ട മനുഷ്യരുടെ പിന്നീടുണ്ടാകുന്ന അവസ്ഥ. ഒരു ജനത മൊത്തം അഭയാർത്ഥികളായി തീരാണ്. നമ്മൾ ഈ അടുത്ത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ മ്യാൻമറിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു തരം അഭയാർത്ഥി ജീവിതമാകുമ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാവില്ല, വിദ്യാഭ്യാസത്തിന് അവസരമില്ല, പൗരത്വം നിരന്തരം ചോദ്യം ചെയ്യപ്പെടും, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതുപോലെ തന്നെ ചേരികളിൽ ജീവിക്കേണ്ടി വരും, രേഖകൾ നശിപ്പിക്കപ്പെടും. ഒരുതരം ഭീതി അവരെ പിടികൂടും. അസമില് കൊക്രാജറിൽ ബോഡോലാൻഡിലെ കലാപം കഴിഞ്ഞ ഉടനെയാണ് ഞാൻ അവിടെ സന്ദർശിക്കുന്നത്. അപ്പൊ ആ കലാപത്തിന് ഇരകളായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഞങ്ങൾ സന്ദർശിച്ചു കൊക്രാജർ ജില്ലയിൽ. അപ്പൊ അവിടുത്തെ ആളുകളെല്ലാം കൂട്ടം കൂടി വന്നിട്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, വസ്ത്രമില്ല എന്നല്ല അവർ പറഞ്ഞേ. അവരെനിക്ക് കാണിച്ചു തന്നു പാതി കത്തിയതും മുക്കാൽ ഭാഗം കത്തിയതുമായ പൗരത്വ രേഖകൾ, റേഷൻ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, വീടിന്റെ ആധാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നശിപ്പിക്കുകയാണ്. അത് അവരെനിക്ക് കാണിച്ചു തന്നു. ഇത് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഇങ്ങനെ വർഗീയ കലാപങ്ങൾ നിരന്തരമായിട്ട് ആവർത്തിക്കപ്പെടുമ്പോൾ ഒരു ജനതയുടെ ജീവിതം അങ്ങ് ഇല്ലാതായി തീരുകയാണ്. അപ്പോഴാണ് ശരിക്കും അള്ളാഹ് നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹമൊക്കെ നമ്മൾ ഓർത്തുപോകുക. ഖുർആനിലെ ഏറ്റവും മനോഹരമായ ഒരു സൂറത്തുണ്ട്, ഏറ്റവും ചെറിയ മനോഹരമായ ഒരു സൂറത്ത് ഖുറൈശ്, ലിഇലാഫി ഖുറൈശ്.
ഇലാഹിയും ഇലത്ത ശിതാഇ വസ്സൈഫ്. ഖുറൈശികളുടെ ചരിത്രം, അവരുടെ ഉഷ്ണകാലത്തും ശൈത്യകാലത്തുമുള്ള യാത്ര, അതൊക്കെ പറയുന്ന ഒരു സൂറത്താണത്. ഫല്യഅബ്ദു റബ്ബ ഹാദിൽ ബൈത്ത്. അതുകൊണ്ട് ഈ ജീവിത സൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർ അല്ലാഹുവിനെ, കഅബയുടെ നാഥനെ ഇബാദത്ത് ചെയ്യട്ടെ. ഇത്രയും ഭാഗം നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ അതിന് ശേഷമുള്ള ഭാഗത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. അതാണ് ആ സൂറത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം. അത്അമഹും മിൻ ജൂഅ്, വിശപ്പിന് ആഹാരം നൽകിയ അല്ലാഹു. വആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകിയ അല്ലാഹു. അത് രണ്ടുമാണ് ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. വിശപ്പ് മാറുക, നിർഭയത്വം, സമാധാനവും ശാന്തിയും ഉണ്ടാവുക. നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം അതാണ് ശരിക്കും, ശാന്തിയും സമാധാനവും. അപ്പൊ ഈ ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ട ഒരു ജനത, ദാരിദ്ര്യത്തിലേക്ക് ആണ്ടിറങ്ങിപ്പോയ ഒരു ജനത, അതാണ് ശരിക്കും നമ്മൾ ഉത്തരേന്ത്യയിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇത് മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണം നമ്മുടെ മത നേതൃത്വമാണ്, മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വമാണ്. പാരമ്പര്യമായ മതവിശ്വാസം, വിദ്യാഭ്യാസം, പാരമ്പര്യമായ ആചാര രീതികൾ ഒരു പ്രത്യേക രൂപത്തിലാണ് അവിടുന്ന് ആളുകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിവിടെ നമ്മുടെ പള്ളികളിലൊക്കെ ഇമാമ് നിൽക്കാൻ വരുന്ന, റമദാനിൽ വരുന്ന ഹാഫിളുകളുണ്ട്. നിങ്ങൾ അവരുടെ അടുത്ത് ഉറുദു അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് കുറച്ച് സമയം ഒന്ന് സംസാരിച്ചു നോക്കും. അവരാ ഖുർആൻ ഹിഫ്ളാക്കിയത് അത് ചൊല്ലുന്ന പോലെ ചൊല്ലിപ്പോവുക എന്നതിന് അപ്പുറത്ത് മറ്റൊന്നും അവർക്ക് അറിയുന്നു. അത് അവരുടെ ഒരു കുറ്റമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ലോകം അവരുടെ മുമ്പിൽ ഇല്ല. ലോകത്തെ അവരറിയുന്നില്ല. ഞാൻ അവിടുത്തെ ലക്നൌവിലെ ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി. നദ്വത്തുൽ ഉലമയല്ല, അല്ലാത്ത ഒരു കോളേജ്, ഒരു മദ്രസയിൽ പോയി. മദ്രസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മദ്രസയല്ല, സ്കൂൾ പോലെ നടത്തുന്ന, കോളേജ് പോലെ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ. അപ്പൊ 6ാമത്തെ വയസ്സിൽ അവിടേക്ക് കടന്നു വരുന്ന ഒരു കുട്ടി 21-22 വയസ്സാകുമ്പോഴാണ് അവിടുന്ന് പുറത്തിറങ്ങുന്നത്. അവനൊന്നും, പുറത്ത് നടക്കുന്നതൊന്നും അവൻ അറിയുന്നില്ല. വേറെ ഏതോ ഒരു ലോകത്ത് കുറച്ച് സംഗതികൾ പഠിച്ച് അവനിങ്ങനെ വളർന്നു വരിക. പുറം ലോകത്തിന്റെ ഒരു വെളിച്ചം അവരുടെ മുമ്പിലില്ല. ഒറ്റ തവണ നിങ്ങൾ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിച്ചാൽ മതി, എന്നിട്ട് അവരോടൊന്ന് സംസാരിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ആ ജനത ഇങ്ങനെ ജീവിക്കുന്നത് എന്നതിന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് നാലാമത്തെ കാരണം. കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മൾ ഇവിടെ ഉണ്ടായിട്ടുള്ള വലിയ സാമൂഹികമായ ഒരു നവോത്ഥാനമുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാനം മാത്രമല്ല, കേരളത്തിൽ വലിയൊരു സാമൂഹിക നവോത്ഥാനം നടന്നിട്ടുണ്ട്. എല്ലാ മതവിഭാഗങ്ങളിലും ചേർന്നുകൊണ്ട് രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സാമൂഹിക നവോത്ഥാനം, അതിന്റെ വെളിച്ചം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഭൗതികമായ വളർച്ച, മതസംഘടനകൾ തമ്മിൽ എന്തൊക്കെ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടെങ്കിൽ പോലും ഒരർത്ഥത്തിൽ വലിയൊരു വളർച്ച, മത്സര സ്വഭാവത്തിൽ തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതല്ല, കേരളമല്ല ഇന്ത്യ, അത് വേറെ ഒരു ലോകമാണ്. ആ ലോകത്തെയാണ് ശരിക്കും നമ്മൾ അറിയേണ്ടത്. ഞാൻ തൊഴിൽ സംബന്ധമായി എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് അവിടെ ആദ്യമായിട്ട് യാത്ര ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടാകുന്നത്. പക്ഷെ ആ യാത്ര ശരിക്കും ഒരുപാട് അറിവും അനുഭവവും പുതിയ ചിന്തകളും പുതിയ കാഴ്ചപ്പാടുകളും, എനിക്ക് തോന്നുന്നു ആ യാത്ര നടത്തുന്നതിന് മുമ്പുള്ള ഞാനല്ല പിന്നീട് ഉണ്ടായിട്ടുള്ളത്. വലിയ അർത്ഥത്തിൽ ഒരുപാട് മാറ്റം എനിക്ക് തോന്നുന്നു. ഇസ്ലാമിക പ്രമാണങ്ങൾ വായിക്കുന്നിടത്ത് പോലും എനിക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് ആ യാത്രയ്ക്ക് ശേഷം. അതുകൊണ്ട് എനിക്ക് നജീബ് സാഹിബ് നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, നിങ്ങളുടെ അടുത്ത് നിന്ന് കുറെ പൈസ വാങ്ങലല്ല ഈ പരിപാടിയുടെ ലക്ഷ്യം. ഒന്നാമത് നിങ്ങൾ അവിടെ പോയി സന്ദർശിക്കണം. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ സന്ദർശിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. ഞാൻ ഈ യാത്ര കഴിഞ്ഞ് വന്നിട്ട് മസ്ജിദുർ റഹ്മയിൽ പാനൂരിൽ 2ഓ 3ഓ ഖുത്ബ നടന്നു. ആ ഖുത്ബയ്ക്ക് ശേഷമാണ് മുഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ ഇവിടെ നിന്ന് യാത്ര പോകുന്നത്. പിന്നെ പല സന്ദർഭങ്ങളിലായിട്ട് ആളുകൾ പോയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു ടീം, ഒരു 7 പേര് ഇപ്പം അവർ പോകുന്നുണ്ട്. അവർ പോകുന്ന രാജസ്ഥാനിലോട്ടാണ്. അവർ പോകുമ്പോൾ ആദ്യം എന്നോട് ചോദിച്ചു, ഞങ്ങൾ എന്തായാലും പോവുകയാണ്, എന്താണ് അവിടെ പോയിട്ട് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി കണ്ടിട്ട് വാ, ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പോകുന്നതിന് മുമ്പേ ചെയ്യാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ അത്യാവശ്യമുള്ളത് ബാഡ്മീറിൽ, രാജസ്ഥാനിലെ പാകിസ്ഥാൻ ബോർഡറാണ്, ബാഡ്മീറിൽ ഒരു കിണർ, അവർക്ക് ഏറ്റവും ആവശ്യം കിണറാണ്. അങ്ങനെ പോകുന്നതിന് മുമ്പ് തന്നെ അവർ ഒരു കിണറിനുള്ള പണം സ്വരൂപിച്ചു. അതിലെ കുറച്ച് സംഖ്യ ബാഡ്മീറിലേക്ക് അയച്ചു കൊടുത്തു. അവിടെ കിണറിൻ്റെ പണി തുടങ്ങി. അവർ ഈ മാസം അവസാനം അവിടെ എത്തുമ്പോൾ കിണറിൻ്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചു.
ഒരു കിണറെടുക്കാൻ 1,00,000 രൂപ മതി. നമ്മളൊരു അറ ഒരുക്കാൻ എത്ര ലക്ഷമാണ്? 5 ലക്ഷം വേണ്ടേ? ഒരു കിണറിന് 1,00,000 രൂപ. ആ കിണർ കൊണ്ട് ഒരു 40-50 കുടുംബങ്ങൾ ചുരുങ്ങിയത് 40-50 കുടുംബങ്ങൾ ഒരു കിണർ കൊണ്ട് ജീവിക്കും. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ അവിടെ പോയിട്ട് കാണണം ശരിക്കും ഇന്ത്യ എന്താണ് എന്ന് നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുക. നമ്മൾ ഈ ജീവിക്കുന്നതൊന്നുമല്ല ലോകം. നമുക്ക് ശരിക്കും എന്താ പറയാ, നമ്മളൊരു സ്വർഗത്തിലാണ് എന്ന് തോന്നിപ്പോകും. ഞാൻ ബംഗാളിലെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മസൂദാലി. ഒരിക്കലും ഇങ്ങനെ യാത്രക്കിടയിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കേരളത്തിലെ മലബാറിലെ മുസ്ലിങ്ങൾക്കൊന്നും ഇനി വേറെ സ്വർഗം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ? സ്വർഗത്തിൽ കിട്ടുന്ന പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ദുനിയാവിൽ തന്നെ ഉണ്ട്. അവിടെ പഴം വേണമെന്ന് പറഞ്ഞാൽ പഴം, പിന്നെ വെളിച്ചം വേണമെന്ന് പറഞ്ഞാൽ വെളിച്ചം. നിങ്ങൾക്ക് എന്താ കിട്ടാത്തത്? നിങ്ങൾ ഞങ്ങൾ ഒരേ സ്വർഗത്തിലേക്കാണ് പോകണമെങ്കിൽ പിന്നെ ഇതിന് എന്താ അർത്ഥം? തമാശയായിട്ട് ചോദിക്കുക, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞതല്ല. അതവർ പറയുന്നത് എന്തുകൊണ്ടാണ്? അത്തരം ഒരു ജീവിതമാണ് നമുക്കുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ദാരിദ്ര്യമാകട്ടെ, നിരക്ഷരതയാവട്ടെ, അതിന്റെ ഏറ്റവും ദൈന്യതയെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അത്തരം 1-2 അനുഭവങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കും. ബീഹാറിൽ ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഒരു പുല്ലുമേഞ്ഞ വീട് എന്നതിന് പറയാൻ പറ്റില്ല. അതിന്റെ ചുമരുകളൊക്കെ പുല്ല് മേഞ്ഞിട്ടാണ്. 4 ചുമരുകളുണ്ട്, ഒക്കെ പുല്ല് മേഞ്ഞു, മുകളിലും പുല്ല് മേഞ്ഞിട്ടുള്ള ഒരു കുടി. ഞാനിങ്ങനെ വീടിന്റെ അകത്തോട്ട് വെറുതെ എത്തി നോക്കിയപ്പോൾ ഒരു സാരി പോലെ ഒരു തുണി കൊണ്ടാണ് അത് മറച്ചിട്ടുള്ളത്. അകത്തോട്ട് എത്തി നോക്കിയപ്പോൾ ഒരു ദുർഗന്ധം, ഒരു മൂത്രത്തിന്റെ, വല്ലാത്ത മൂത്രത്തിന്റെ വാസന. ഈ ആട് നമ്മൾ പിന്നെ തൊഴുത്തിനൊക്കെ അടുത്ത് കൂടെ പോയാലുള്ള ഒരു ദുർഗന്ധം. അപ്പൊ നോക്കുമ്പോ എന്താന്ന് ചോദിച്ചാൽ ഒരു റൂമാണ് അതിനുള്ളത്. ആകെ അതിൽ ഒരു ഭാഗത്ത് ഒരു കട്ടിൽ എന്ന് പറഞ്ഞാൽ 4 മുളയുടെ കാലുകൾ, ചെറിയ കാലുകൾ കൊണ്ട് 4 കട്ടിലിന്റെ കാല് പോലെ അവർ മണ്ണിൽ അത് കുഴിച്ചിട്ടിരിക്കും. എന്നിട്ട് അതിൽ പ്ലാസ്റ്റിക്കിന്റെയും മറ്റും ചരട് കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഒരു കട്ടിൽ പോലെ ഉണ്ടാക്കിയിട്ട് അതിലാണ് 2-3 ആളുകൾ കിടക്കുന്നത്. അതിനിപ്പുറത്ത് ആടിനെ കെട്ടിയിരിക്കും. ആടിനെ പുറത്ത് കെട്ടാൻ വയ്യ. അപ്പം ഈ വീടിനകത്ത് ഒരു ഭാഗത്ത് കട്ടില്, അതിനിപ്പുറത്ത് ആടിനെ കെട്ടിയിട്ടുണ്ട്. ഈ ആട് കാഷ്ടിക്കുന്നു, മൂത്രമൊഴിക്കുന്നു, തിന്നുന്നതും ഒക്കെ അതിലാണ്. മനുഷ്യനും ആടും കിടക്കുന്നതിന് ഇടയ്ക്ക് ഉള്ളത് ഒരു മുളയുടെ കമ്പാണ്. ഒരു മുള ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ ആടും അപ്പുറത്ത് മനുഷ്യരും. ഇത് ബീഹാറിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഉദാഹരണമാണ്. വീട്, രജിസേൻ പറഞ്ഞില്ലേ, വീട് എല്ലാവർക്കും വീടുള്ള ആദ്യത്തെ ഗ്രാമമായി തീരുന്നു ഇത് എന്ന് പറഞ്ഞ് ഒരു ഉദാഹരണം. അസമിൽ ഞങ്ങൾ പോയ സമയത്ത് രാവിലെ, ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, രാവിലെ ഒരു 8:30-9 മണിക്കാണ് ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നത്. അങ്ങനെ ആ ഗ്രാമത്തിൽ ഞങ്ങൾ എത്തുന്ന സമയത്ത് അടുപ്പിൽ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുപ്പ് എന്ന് പറഞ്ഞാൽ 2-3 കല്ലുകൾ ഇങ്ങനെ വെച്ചിട്ട് വീടിന് പുറത്ത്, വീടെന്ന് പറഞ്ഞാൽ നമ്മൾ ടാർപോളിൻ ഷീറ്റ് ഇങ്ങനെ 2 ഭാഗത്തോട്ട് വലിച്ചു കെട്ടിയത്, അതാണ് വീട്. അതിന് പുറത്ത് ഒരു വയസ്സായ ഒരാളുണ്ട്, കമ്പിളിയൊക്കെ പൊതിച്ചിട്ട് കൂടിയിരിക്കുന്നു. അവരൊരു അടുപ്പിൽ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ പാത്രം ഇങ്ങനെ തുറന്നു നോക്കി. അപ്പൊ അതിൻ്റെ അടുത്ത് അവര് മുളകും ഉപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ പാത്രം തുറന്നു നോക്കിയപ്പോൾ അതിൽ ചോറ്, അരി ഇങ്ങനെ പുഴുങ്ങി വെച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ഒരു പച്ച ഇല ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താണ്? നമ്മളൊക്കെ സാധാരണ ഭക്ഷണമൊക്കെ വിളമ്പിക്കഴിഞ്ഞാൽ കുറെ ഇലയൊക്കെ അതിൻ്റെ മുകളിലിടും, അത് അലങ്കരിക്കാൻ വേണ്ടി. പിന്നെ അങ്ങനെ വല്ലതുമാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു. അപ്പൊ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, അത് സുഗന്ധം ഉണ്ടാകുന്ന ഒരു ഇലയാണ്, നല്ല വാസന ഉണ്ടാകുക ആ ഇലയിൽ നിന്ന്. ഈ അരി ദുർഗന്ധമുള്ള അരിയാണ്, അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി അത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഭക്ഷണം പാകം ചെയ്ത ശേഷം ആ ഇല അതിന്റെ മുകളിൽ ഇട്ടിട്ട് അത് അടച്ചു വെച്ചാൽ ആ ഇലയുടെ സുഗന്ധം കൊണ്ട് ആ അരിയുടെ ദുർഗന്ധം ഇല്ലാതാകും, എന്നാലേ ഞങ്ങൾക്കത് കഴിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതിൽ കറി എന്താ ഉപയോഗിക്കുന്നത്? അവർ പറഞ്ഞു, കറിയൊന്നുമില്ല, പച്ചമുളകും ഉപ്പും. പരിപ്പും ചോറും നമ്മളറിയില്ല, അവർ പരിപ്പും ചോറും കഴിക്കാം. പരിപ്പും ചോറും എന്നത് അവർക്ക് പെരുന്നാളിനുള്ളത്. പരിപ്പും ചോറും അവർക്ക് പെരുന്നാളിന്റെ ഭക്ഷണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഇന്ന് ഉച്ചക്ക് കഴിച്ചത്, ഇന്ന് നമ്മുടെ കല്യാണ വീട്ടിൽ ബാക്കിയായത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. റമദാനിൽ നമ്മുടെ വീടുകളിൽ ബാക്കിയാവുന്നത്. ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാ അള്ളാഹുവിനോട് മറുപടി പറയാം? ഒരു ജനത ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു. ഡൽഹിയിൽ ഇസ്ലാംപൂർ എന്ന് പറയുന്ന ഒരു കോളനിയുണ്ട്, കുഷ്ഠരോഗ കോളനി. ഇസ്ലാംപൂർ കുഷ്ഠരോഗികളാണ് അവിടെ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 19,000-ലേറെ ആളുകൾ അവിടെ ഉണ്ട്, കുഷ്ഠരോഗികൾ.
ഇസ്ലാംപൂർ. അവിടെ പോയിട്ടുള്ള, ഞാൻ പോയി സന്ദർശിച്ചിട്ടില്ല. കണ്ണൂരിലെ എൻ്റെ സുഹൃത്ത് KK സുഹൈൽ, അദ്ദേഹം അവിടെ സന്ദർശിച്ചു. അദ്ദേഹം പറഞ്ഞൊരു അനുഭവമുണ്ട്. നിങ്ങൾ ആ ഇസ്ലാംപൂർ കോളനിയിൽ റമദാനിൻ്റെ വൈകുന്നേരങ്ങളിൽ പോവുക. മഗ്‌രിബിൻ്റെ സമയത്ത് ആളുകൾ മുട്ടിലിഴഞ്ഞും കയ്യിലിഴഞ്ഞും വടി കുത്തി പിടിച്ചിട്ടൊക്കെ വരും. കാരണം കുഷ്ഠരോഗം ബാധിച്ചുകൊണ്ട് കാല് മുറിഞ്ഞു പോയവർ, കൈ മുറിച്ച് കളഞ്ഞവരൊക്കെ ഉണ്ടാകും. എന്നിട്ട് ഈ പള്ളിയിൽ മഗ്‌രിബിൻ്റെ സമയത്ത് നീണ്ട ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്, വലിയൊരു പ്ലാസ്റ്റിക് ഷീറ്റ്, നമ്മൾ നോമ്പ് തുറക്കാൻ ഇരിക്കുന്ന പോലെ, ഈ പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് പ്ലാസ്റ്റിക് കീസിൽ, വലിയ കീസിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്ന ഫ്രൂട്ട്സും പൊരികളും എല്ലാം കൂടെ അങ്ങ് വിളമ്പും. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, തലേന്നാള് ഡൽഹിയിലെ പ്രധാനപ്പെട്ട കടകളിൽ തെരുവ് കച്ചവടക്കാരുടെ ഒക്കെ അടുത്ത് ബാക്കിയാവുന്ന ചീഞ്ഞ പഴങ്ങൾ ഉണ്ടാകും, ബാക്കിയായ പൊരികൾ ഉണ്ടാകും. ഇതെല്ലാം കൂടെ കെട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് ഇതിലേക്ക് അങ്ങോട്ട് വിതരണം. ചിലപ്പോൾ ദുർഗന്ധമുണ്ടാകും, ചിലപ്പോൾ ചീഞ്ഞതുണ്ടാവും, കെട്ടതുണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്നിട്ട് ആളുകൾ കൈകുട്ടി, കൈയില്ലല്ലോ എടുത്ത് കഴിക്കാൻ, അപ്പോൾ നേരെ വായ കൊണ്ട് ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാം. ചീഞ്ഞതും ദുർഗന്ധമുള്ളതൊക്കെയാണ് അവർ കഴിച്ചുകൊണ്ട്. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ മാധ്യമത്തിൽ കഴിഞ്ഞതിന് മുമ്പുള്ള റമദാനിൽ ഒരു ലേഖനം എഴുതിയപ്പോൾ, കൊച്ചിയിൽ നിന്ന് ഒരു സ്ത്രീ, അവർ കൊച്ചിയിലെ പള്ളിയിൽ പിരിവെടുത്തിട്ട് ആ കോളനിയിലേക്ക് പൈസ അയച്ചു. അവർക്ക് അറിയില്ല ഇതെങ്ങനെ അയക്കേണ്ടത് എന്നും, പക്ഷെ അവർ പിരിവെടുത്തിട്ട് അത് അയച്ചു കൊടുത്തു. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ബീഹാറിൽ നോമ്പിന് അവര് 2 നേരം അത്താഴവും നോമ്പ് തുറയും രണ്ടും കഞ്ഞിയാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ പാതി പച്ചവെള്ളമായിട്ടാണ് അവരിയ്ക്കുക. ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ പാതി പച്ചവെള്ളം. കാരൊക്കെ ഉണ്ടാവില്ല. നമ്മൾ ഏത് ഈത്തപ്പഴമാണ് വാങ്ങേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് നോമ്പ് അവസാനം വരെ തീരില്ല. പക്ഷെ അവർക്ക് ഈത്തപ്പഴം ഇല്ല, പച്ചവെള്ളം. ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഒരു ഈത്തപ്പഴം 2-3 കഷ്ണങ്ങളാക്കിയിട്ടാണ് അവർ നോമ്പ് തുറക്കുന്നത്. 3 സമയം നോമ്പ് തുറക്കുമ്പോൾ കഞ്ഞി, തറാവീഹ് കഴിഞ്ഞിട്ട് കഞ്ഞി, അത്താഴത്തിനും കഞ്ഞി. ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യ സമൂഹം നമ്മുടെ സഹോദരന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. മറ്റൊരു കാഴ്ചയാണ് രാജസ്ഥാനിലെ ബാഡ്മേറിലുള്ളത്. ബാഡ്മേർ എന്ന് പറയുന്നത് രാജസ്ഥാനിലെ മരുഭൂമിയാണ്. സിന്ധ്, പഴയ സിന്ധില്ലേ, ആ സിന്ധിന്റെ ഭാഗമാണ്. വിഭജിക്കപ്പെട്ടപ്പോൾ സിന്ധിന്റെ ഒരു ഭാഗം പാകിസ്ഥാനിലായ, ഒരു ഭാഗം ഇന്ത്യയിൽ. ഞാൻ അവിടെ സന്ദർശിച്ച സമയത്ത് അവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പറയാനുണ്ട്, കൂടുതൽ പറയുന്നില്ല. അതിലൊന്ന്, കുടിവെള്ളം കിട്ടാനില്ല, വെള്ളമില്ല. വെള്ളമില്ലാതെ കാലികൾ മരിച്ചു വീഴും. മഴയില്ല. ഇപ്പോഴാണ് ഇപ്പൊ നിങ്ങൾ പത്രത്തിൽ കണ്ടിരിക്കും, രാജസ്ഥാനിൽ മഴ പെയ്തിട്ട് റെയിൽവേ ട്രാക്കുകൾ ഒലിച്ചു പോയി എന്ന് പറഞ്ഞൊരു വാർത്ത. അതിപ്പോഴാണ്. 6-7 മാസമായിട്ട് അവർക്ക് വെള്ളമില്ല. കാലികൾ ചത്തുവീഴ. ഞാൻ ചത്തുവീഴ കാലികളുടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവരോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ എടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ കുറെ എടുക്കേണ്ടി വരും. വെള്ളം കിട്ടാത്തത് കൊണ്ട് മാത്രമല്ല ചത്തത്, മഴ പെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ മഴ പെയ്യുന്നില്ല, അന്തരീക്ഷം ഞങ്ങൾക്ക് പ്രതികൂലമാണ് എന്ന് കാണുമ്പോൾ ഇവർക്ക് ഒരു തരം മസ്തിഷ്കാഘാതം ഉണ്ടാവുമല്ലേ ഈ മൃഗങ്ങൾക്ക്. നമ്മൾ പറയാറില്ല, ഭൂകമ്പം ആദ്യം അറിയുന്നത് മൃഗങ്ങളാണെന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ മഴയില്ല, കാലാവസ്ഥ പ്രതികൂലമാണെന്ന് കണ്ടിട്ട് ഇവർ മരിച്ചു വീഴാൻ തുടങ്ങി, മനുഷ്യർ മരിച്ചു വീഴാൻ തുടങ്ങി. അങ്ങനെ ഒരവസ്ഥ. അവിടെയാണ് 30-40 കുടുംബങ്ങൾക്ക് ഒരു കിണർ. പിന്നെ സ്കൂൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. 8-10 കിലോമീറ്റർ ചുറ്റളവിലേക്കാണ് ഒരൊറ്റ കിണർ കൊണ്ട് അവർ വെള്ളം കുടിക്കുന്നത്. എന്നിട്ട് അവരിൽ ചില ആളുകൾ കുളിക്കുന്നത് സോപ്പ് തേക്കില്ല, സോപ്പ് തേക്കാതെ കുളിക്കുന്നത് ഒരു വലിയ പാത്രത്തിൽ ഇരുന്നിട്ടാണ്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ, കുളിക്കാൻ ഉപയോഗിച്ച വെള്ളം അവർ മറ്റാവശ്യത്തിന് ഉപയോഗിക്കും. ഇപ്പോൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഇതവർ ഉപയോഗിക്കും. എന്തിന്? സോപ്പ് തേച്ചാൽ പിന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാനും ഉപയോഗിക്കാനും പറ്റില്ല. അപ്പൊ സോപ്പ് തേക്കാതെ പാത്രത്തിൽ ഇരുന്നിട്ട് കുളിക്കും. കൈ കഴുകുന്നത് ഒരു പാത്രത്തിലേക്ക്, ആ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി. ഞങ്ങൾ രാജസ്ഥാനിലെ ഒരു സ്കൂൾ സന്ദർശിച്ച സമയത്ത് ഇവിടുന്ന് പാനൂരിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിരുന്നു. അവരുടെ കൂടെ ഞങ്ങൾ സന്ദർശിച്ച സമയത്ത് അവർ പാത്രം കഴുകുന്നത് മണൽ കൊണ്ടാണ്. വെള്ളമില്ല. അവിടെയാണ് 1 ലക്ഷം രൂപക്ക് ഒരു കിണറെടുത്ത് കൊടുക്കാൻ പറ്റുന്നത്. നമ്മൾ വർഷാവർഷം ഉംറക്ക് പോകുന്നവരുണ്ട്, 5-6 ഉംറ ചെയ്യുന്നവരുണ്ട്. അതൊരു കച്ചവടമായതുകൊണ്ട് ഇന്ന് വലിയ ഒരു ബിസിനസ് മേഖലയായിട്ട് നമുക്ക് തുറന്നു തന്നിരിക്കുക. നമ്മൾ വിചാരിക്കുന്നത് ഉംറക്ക് പോയാലാണ് സ്വർഗം കിട്ടുക എന്നാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗം കിട്ടിയത് ഇതിന്റെ പേരില്ല. നമ്മൾ പറയാറില്ല, അശ്റഫുൽ മുബശ്ശിരീനിൽ ഒരാളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനായ സ്വഹാബി വ്യക്തി.
അത്രയും പറഞ്ഞിട്ട് നമ്മൾ നിർത്തും. എങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗം കിട്ടിയത്? റൂമ, ഒരു കിണർ വിലക്ക് വാങ്ങി ദാനം ചെയ്തു. ഒരു കിണർ വഖഫ് ചെയ്ത് വെള്ളം, കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിച്ചപ്പോഴാണ് ഫലഹുൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ അടുത്ത് തിരുവനന്തപുരത്ത് പോയ സമയത്ത് ഒരു വീട്ടിൽ ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു, ഉമ്മ നിങ്ങളോട് ചോദിക്കാനുണ്ട്. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ എനിക്കൊന്നും കൂടെ ഹജ്ജിന് പോകണം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ടില്ല? 2 ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പോകണം. ഞാൻ ചുമ്മാ ഹജ്ജിന് പോകാൻ എത്ര രൂപയാകും? അത് ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വരും, ചിലപ്പോൾ അതിലേറെ വരും. നിങ്ങൾ ആ പൈസ കൊണ്ടില്ല, നിങ്ങൾ സ്വർഗം കിട്ടാനല്ലേ പോകുന്നത്? നിങ്ങൾ ഏതായാലും 2 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അതിനേക്കാൾ നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഞാൻ രാജസ്ഥാനിലെ ഈ കിണറിന്റെ കാര്യം അവരോട് പറഞ്ഞു. അപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരാധന അനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അതിന് അതിൻ്റെതായ എല്ലാ പ്രാധാന്യമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സഹജീവികൾ വെള്ളം കിട്ടാതെ മരിച്ചു വീഴുമ്പോൾ പിന്നെയും പിന്നെയും നമ്മൾ ഉംറക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കോടികളെ പൊടി പിടിച്ചിട്ട് നമ്മൾ കല്യാണ മാമാങ്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നജീബ് സാഹിബ് പറഞ്ഞ പോലെ കാറ് മത്സരിച്ച് നമ്മൾ കാറ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത് വി മുഹമ്മദ് സാഹിബിന്റെ ഒരു കുത്തുബയാണ് കോഴിക്കോട് MSS പള്ളിയിൽ. ബത്തേരിയിൽ നിന്ന് കുറച്ച് സുഹൃത്തുക്കൾ കോഴിക്കോട്ടേക്ക് കാർ വാങ്ങാൻ വന്നു. കാർ വാങ്ങാൻ അവർ വരുന്നത് ഒരു കാർ വാങ്ങാൻ വന്നിട്ട് അവര് എന്തായാലും വന്നതല്ലേ, വി മുഹമ്മദ് സാഹിബിന്റെ കുത്തുബ ഒന്ന് കേട്ട് കളയാന്ന് വിചാരിച്ചിട്ട് MSS പള്ളിയിൽ കുത്തുബ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ കാർ വാങ്ങാതെ തിരിച്ചു പോയി. അപ്പോഴാണ് അവർക്ക് ബോധമുണ്ടാകുന്നത്, നമ്മൾ എന്തിനാണ് ഈ പണം ചിലവഴിക്കുന്നത്. എനിക്കൊരനുഭവമുണ്ട്. ബത്തേരിയിൽ ഒരു കച്ചവടക്കാരൻ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ ഞങ്ങൾ അറിയുമായിരിക്കും, ചിലപ്പോൾ ചിലരറിയും. അദ്ദേഹം ഒരു ദിവസം രാത്രി തറാവീഹ് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കാരണം എനിക്ക് 3000 രൂപയുടെ കച്ചവടം നഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു, എന്താ സംഭവം? അത് റമദാന്റെ അവസാനത്തെ വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ പള്ളിയുടെ തൊട്ടടുത്ത കടയിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ 3000 രൂപക്ക് പാന്റും ഷർട്ടും എടുത്തു. ഒരു പാന്റും ഷർട്ടും 3000 രൂപ. അങ്ങനെ സമയമായതുകൊണ്ട് അദ്ദേഹം ബില്ലൊക്കെ ചെയ്തിട്ട് സാധനം ജുമാക്ക് ശേഷം എടുക്കാന്ന് പറഞ്ഞിട്ട് പള്ളിയിലിട്ടായി. കുത്തുബ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചെന്നിട്ട് പറഞ്ഞു, എനിക്കത് വേണ്ട, എനിക്ക് എല്ലാ 2 കൂടെ 1000 രൂപക്ക് താഴെ മതി. അപ്പൊ ഈ കച്ചവടക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറയാം, നിങ്ങൾ കാരണം എനിക്ക് 2000 രൂപ നഷ്ടപ്പെട്ടു, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത്, മറ്റൊരു ലോകമുണ്ട്, നമ്മൾ കാണാത്ത, നമ്മൾ അറിയാത്ത ഒരു ലോകം. അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മളിൽ മാറ്റം ഉണ്ടാവുക. ആ മാറ്റമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉത്തരേന്ത്യയൊക്കെ ഒന്ന് പോയിട്ട് സന്ദർശിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാകും നമ്മൾ ജീവിക്കുന്നത് സ്വർഗത്തിലാണ്. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞ ദാരിദ്ര്യമാണ്, 2 തൊഴിലില്ലായ്മയാണ്. അത് കൂടുതൽ വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. അവിടുത്തെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ നമ്മൾ കാണുന്നു, സ്ത്രീകളുടേത് കാണുന്നു. തുച്ഛമായ വരുമാനത്തിനാണ് 10, 15, 20 രൂപ 25 രൂപ ദിവസക്കൂലിക്കൊക്കെയാണ് സ്ത്രീകൾ വീടുകളിൽ ഇരുന്നിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ദയനീയമായ തൊഴിലില്ലായ്മയാണ്. 100 രൂപ മുതൽ 150 രൂപ വരെ കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകൾ, അത് തന്നെ കിട്ടാനില്ലാത്ത അവസ്ഥ. ചേരികളിൽ ജീവിക്കുന്നവർ. ലക്നൗ സന്ദർശിച്ച സമയത്ത് യു പിയിൽ ലക്നൗ സന്ദർശിച്ചപ്പോൾ ഞാൻ 3 ചേരികളിൽ പോയി. അപ്പോൾ 3ാമത്തെ ചേരി സന്ദർശിച്ചിട്ട് ഞാൻ വീണ്ടും കാറിൽ കയറിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനിയുണ്ട് 2 ചേരിയും കൂടെ കാണാം. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, മതി. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എങ്ങനെയാ ഇത് എഴുതുക? ഇത് എഴുതാനുള്ള ഭാഷ ഏതാണ്? നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ ബോംബെയിലെ ചേരികൾ. ശരിക്കും ആ ചേരിയുടെ ഉള്ളിലോട്ട് നിങ്ങൾ കടന്നു നോക്കണം. ലക്നൌവിലെ ചേരികൾ ഏത് ഭാഷയിൽ പ്രസംഗിക്കും അതിനെക്കുറിച്ച്, ഏത് ഭാഷയിൽ എഴുതും അതിനെക്കുറിച്ച്? എഴുതാൻ കഴിയില്ല നമുക്ക്. അത് കണ്ട് അനുഭവിച്ചറിയണം. ചുരുങ്ങിയത് അതിന്റെ വീഡിയോയും ഫോട്ടോയും എങ്കിലും നിങ്ങൾ കാണണം. നമുക്ക് പറയാൻ കഴിയില്ല. ചെറിയ മക്കൾ മുതൽ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. നിങ്ങൾ കോഴിക്കോട്ട് ഞെളിയപ്പറമ്പ് കണ്ടിട്ടുണ്ടാവും ചില ആളുകൾ. ആ ഞെളിയപ്പറമ്പിന് ചുറ്റും ആളുകൾ ജീവിക്കണം. എന്തിനാ ജീവിക്കുന്നത്? അവിടെ കൊണ്ടുവന്ന് കൂട്ടുന്ന വേസ്റ്റ്, ആ വേസ്റ്റിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുകളും ചെരുപ്പുകളും പെറുക്കിയെടുക്കുക. ഇവരുടെ ജീവിതം അതാണ്. മല പോലെ കൂട്ടിയിരിക്കുന്ന വേസ്റ്റ്. ആ വേസ്റ്റിൽ നിന്ന് ചെറിയ കുട്ടികൾ, 3, 4 വയസ്സായ കുട്ടികൾ മുതൽ 60, 70 വയസ്സായ ആളുകൾ വരെ ഈ വേസ്റ്റിൽ നിന്ന് സാധനങ്ങൾ പെറുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ചേരികളിലെ കുടിലുകളിൽ പോയി നോക്കിയാൽ കാണാം പ്ലാസ്റ്റിക്കിന്റെ കീസ്
ബോക്സുകൾ 4-5 ആളുടെ പൊക്കത്തിൽ ഇവർ കെട്ടിവെച്ചിരിക്കും. ഇത് കൊണ്ടുപോയി വെക്കുക. ലക്നോയിലെ ചേരികളിൽ മാത്രം 2 ലക്ഷം മുസ്ലിംകൾ. ലക്നോയിലെ ചേരികളിൽ മാത്രം. എന്നിട്ടാണ് നമ്മൾ കേരളത്തിൽ പള്ളി എടുക്കാൻ മത്സരിക്കുന്നത്. പള്ളികളെ തടഞ്ഞിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥ കേരളത്തിലുണ്ട്. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ഓർമ്മ വന്നപ്പോൾ ചോദിക്കുകയാണ്. നമ്മൾ കേരളത്തിൽ ധൂർത്തിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തി. ധൂർത്തിനും ദുർവ്യയത്തിനുമെതിരെ വളരെ ആവശ്യമുള്ള അനിവാര്യമായ ഒരു ക്യാമ്പയിൻ. വിവാഹ ധൂർത്താണ് പ്രധാനമായിട്ടും അതിൽ വന്നത്. അതിൽ പള്ളികളുടെ ധൂർത്തും വരേണ്ടതാണ്, വീട് നിർമ്മാണ ധൂർത്തും വരേണ്ടത്, അത് മറ്റൊരു വിഷയം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഭാഗത്ത് നമ്മൾ ധൂർത്തിനെതിരെ വ്യാപകമായ ക്യാമ്പയിൻ നടത്തുന്നു. ഇത്രയേറെ സംഘടനകൾ സജീവമായ, മതപ്രഭാഷണങ്ങൾ സജീവമായി നടക്കുന്ന ഒരു സ്ഥലത്ത് പിന്നെയും ധൂർത്ത് പൊടി പൊടിക്കുക. ഇതൊരു ഭാഗത്ത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജസ്റ്റിസ് രജീന്ദർ സച്ചാർ പുറത്തുവിട്ട കണക്കും റിപ്പോർട്ടും അനുസരിച്ച് ആദിവാസികളെക്കാൾ മോശമായി നമ്മുടെ സമൂഹം ഉത്തരേന്ത്യയിൽ ജീവിക്കുന്നു. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ഒരു ജനതയുടെ, ഒരു മതസമുദായത്തിന്റെ അംഗങ്ങൾ 2 ഭാഗത്ത് ഇങ്ങനെ ജീവിക്കുന്നതിന്റെ കാരണം എന്താ? ഈ വൈരുദ്ധ്യം എങ്ങനെ സംഭവിച്ചു? ഒരു ഭാഗത്ത് നാം ധൂർത്തിനെതിരെ ഒരു സമുദായത്തെ ബോധവൽക്കരിക്കുന്നു, മറുഭാഗത്ത് അതേ സമുദായത്തിലെ ആളുകൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ആദിവാസികളെക്കാൾ മോശമായി ജീവിക്കുന്നു. ഈ വൈരുദ്ധ്യം എങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ആലോചിക്കണം. ശരിക്കും ആ ആലോചനയിൽ നിന്നാണ് നമ്മൾ അതിന്റെ പരിഹാരത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുള്ള പരിഹാരങ്ങളിൽ ഒന്നാണ് വിഷൻ 2016 എന്ന് പറഞ്ഞിട്ട് ബഹുമാന്യനായ പ്രൊഫസർ സിദ്ദീഖ് ഹസൻ സാഹിബും ഡോക്ടർ അബ്ദുല്ല അൻസാരി സാഹിബും ചേർന്നിട്ട് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള പദ്ധതി. ബഗൽപൂർ കലാപം നടന്നു, എനിക്ക് തോന്നുന്നത് 80കളിൽ. ആ കലാപത്തിന്റെ സന്ദർഭത്തിൽ കേരളത്തിൽ നിന്ന് സിദ്ദീഖ് ഹസൻ സാഹിബ് സന്ദർശിച്ചു. അവിടെ ആ സന്ദർശിച്ചപ്പോഴാണ് അദ്ദേഹം മലിക്കാ മറിയം ഉൾപ്പെടെ, നമുക്ക് ഓർമ്മയുണ്ട് ആ സംഭവം, അവരെ കാണുന്നത്. ആ സംഭവങ്ങളെല്ലാം കണ്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഒരുപാട് ദിവസങ്ങൾ അദ്ദേഹം ഇരുന്ന് ആലോചിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും. പരിഹാരം കലാപം നടന്ന ഉടനെ അവിടെ കുറച്ച് പുനരധിവാസ വസ്തുക്കളായിട്ട്, കുറച്ച് വസ്ത്രങ്ങളായിട്ട്, ഇതൊന്നും അല്ല പരിഹാരം. അടിസ്ഥാനപരമായി എന്താണ് ഇതിന്റെ പരിഹാരം? ഇത് അദ്ദേഹം വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ട് നടന്നു. പക്ഷെ 2004 അദ്ദേഹം ഡൽഹിയിലെത്തിയതോടുകൂടിയാണ് ആ ആലോചനക്ക്, 10-15 വർഷം നീണ്ടു നിന്ന ആലോചനക്ക് അദ്ദേഹത്തിന് പരിസമാപ്തി കുറിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഘട്ടത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത്. അങ്ങനെയാണ് 10 വർഷം നീളുന്ന വിഷൻ 2016 എന്ന് പറയുന്ന 10 വർഷത്തെ ഒരു പ്രൊജക്ട് അദ്ദേഹം രൂപപ്പെടുത്തുന്നത്. അസം, ബീഹാർ, ജാർഖണ്ഡ്, ബംഗാൾ, UP, ഗുജറാത്ത്, രാജസ്ഥാൻ, ഒറീസ, ഇത്രയും സ്റ്റേറ്റുകളാണ് പ്രധാനമായിട്ടും വിഷൻ 2016 പ്രൊജക്ടുകൾക്ക് കീഴിൽ കൊണ്ടുവന്നത്. അതിൽ 2 തരം പദ്ധതികൾ അവർ ഏറ്റെടുത്തു. അതിൽ ഒന്ന് ഹ്രസ്വകാല പദ്ധതികളാണ്, താൽക്കാലികമായിട്ടുള്ളത്. സീസണൽ എന്ന് പറഞ്ഞാൽ മഴക്കാലം വരുന്ന സമയത്ത്, സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂൾ ബാഗുകൾ, സ്കൂൾ കിറ്റുകൾ കൊടുക്കുക. അതുപോലെ തന്നെ റമദാനിൽ ഇഫ്താർ കിറ്റുകൾ കൊടുക്കുക. അതുപോലെ തന്നെ ഉലുഹിയത്ത്, കുർബാനി അങ്ങോട്ട് അയക്കുക. അതുപോലെ തന്നെ തണുപ്പ് കാലം വരുമ്പോൾ ബ്ലാങ്കറ്റുകൾ അയക്കുക. ഇങ്ങനെ താൽക്കാലികമായിട്ടുള്ള സീസണൽ പ്രൊജക്ടുകളാണ് ഒന്ന്. രണ്ടാമത്തേത് ദീർഘകാല പദ്ധതികളാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് വിദ്യാഭ്യാസമാണ്. വിഷൻ 2016 ഏറ്റവും പ്രാധാന്യം കൊടുത്തത് വിദ്യാഭ്യാസത്തിനാണ്. ആ ജനതയെ വിദ്യാഭ്യാസം ചെയ്യിച്ചത്. അതിലാണ് യഥാർത്ഥത്തിൽ ആ സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരം ഉള്ളത്, വിദ്യാഭ്യാസം. കേരളത്തിൽ ഒരു അച്ഛനുണ്ടായിരുന്നു, ഒരു പള്ളിയിൽ അച്ഛൻ. അദ്ദേഹം ഒരു പള്ളി ഉദ്ഘാടനത്തിന്, ചർച്ച് ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, പള്ളിയോടനുബന്ധിച്ച് സ്കൂളുണ്ടോ? ഇല്ല. എന്നാൽ ഞാൻ ഉദ്ഘാടനത്തിന് വരില്ല. പള്ളിക്കൂടമില്ലാത്ത ഒരു പള്ളിയിലും ചാവറയച്ചൻ പ്രവേശിക്കില്ല. പള്ളിക്കൂടമില്ലാത്ത ഒരു പള്ളിയിലും ചാവറയച്ചൻ പ്രവേശിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് പള്ളികൾ ധാരാളമുണ്ട്. ഇപ്പൊ ബംഗാളിലെ നൂറുദ്ദീൻ സാഹിബ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കേണ്ടത് യഥാർത്ഥത്തിൽ പള്ളിക്കൂടങ്ങളാണ്. അതിലാണ് ഞങ്ങൾ ഭാവിയെ കാണുന്നത്. വിഷൻ ഊന്നൽ കൊടുക്കുന്ന ഒന്നാമത്തെ മേഖല വിദ്യാഭ്യാസമാണ്. രണ്ടാമത്തേത് ആരോഗ്യം. മൂന്നാമത്തേത് ഉപജീവന മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, തൊഴിൽ. അതുപോലെ തന്നെ മൈക്രോ ഫൈനാൻസ് സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ മറ്റൊന്ന് മൗലികാവകാശങ്ങളുടെ, പൗരാവകാശങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക. എന്ന് പറഞ്ഞാൽ വ്യാജ കേസുകൾ, കള്ളക്കേസുകളിൽ കുടുങ്ങിയ നിരപരാധികൾ, അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ഇങ്ങനെ ഒരു 5-6 ടൈറ്റിലുകളിലായിട്ടാണ് വിഷൻ 2016 പ്രവർത്തനങ്ങൾ ശരിക്കും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അത് തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ നിന്ന്, മലയാളികളിൽ നിന്നാണ് അതിന് ഏറ്റവും വലിയ പിന്തുണ ലഭിച്ചിട്ടുള്ളത്. ആ പിന്തുണ ഇന്നും തുടരുന്നുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് കേരളത്തിൽ
ഹ്യൂമൻ കെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ, നജീബ് സാഹിബിന്റെ ഒക്കെ നേതൃത്വത്തിലാണ് ആ പ്രവർത്തനങ്ങൾ ശരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഒരു ജനതയാണ് നമ്മൾ. ഈ ഒരു ജനസമൂഹത്തെ വലിയ അളവിൽ സഹായിക്കേണ്ടുന്ന അവരുടെ പുനർനിർമ്മാണ പ്രക്രിയയിൽ, ഇന്ത്യയുടെ പുനർനിർമ്മാണ പ്രക്രിയ എന്ന് നമുക്ക് പറയാം, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയുടെ ഒരു ഭാഗമാണ്. അതിൽ വലിയ അളവിൽ പങ്കാളികളാകേണ്ടുന്ന ആളുകളാണ് ശരിക്കും നമ്മൾ. അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് അതിലൊരു വലിയ ബാധ്യതയുണ്ട്. അതിന്റെ ഒന്ന് ആദർശപരമായ ബാധ്യത, രണ്ട് രാജ്യത്തിന്റെ പുനർനിർമ്മാണം എന്ന ബാധ്യത. മറ്റൊരു ബാധ്യതയുള്ളത്, നിങ്ങൾ കോഴിക്കോട്ട് JDT ഇസ്ലാം കേട്ടിട്ടുണ്ടാകും. JDT ഇസ്ലാം ഓർഫനേജിന്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ 921 ബ്രിട്ടീഷ് വിരുദ്ധ കലാപമുണ്ടായി. കലാപത്തെ തുടർന്ന് വലിയ അളവിൽ വേട്ടയാടലുകൾ നടന്നു. ഒരുപാട് ആളുകൾ നാട് വിട്ടുപോയി, ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു, ധാരാളം അനാഥ കുട്ടികളുണ്ടായി. ഇവരെ നോക്കിയിട്ട് സങ്കടപ്പെട്ട മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹം ഉത്തരേന്ത്യയിലേക്ക് ട്രെയിൻ കയറി. അന്ന് ഏറ്റവും സമ്പന്നരായ ഒരു ജനത ജീവിക്കുന്നത് ഉത്തരേന്ത്യയിലാണ്, പഞ്ചാബിലൊക്കെ, പഴയ പഞ്ചാബും ബംഗാളൊക്കെ. അദ്ദേഹം അങ്ങോട്ട് ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു ജനത കേരളത്തിൽ മലബാറിലുണ്ട്, എന്താണ് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്? ആ സംഭവം ഒരുപാട് വൈകാരികമായിട്ടൊക്കെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും. അങ്ങനെയാണ് പഞ്ചാബിൽ നിന്ന് ഒരു സംഘം കേരളത്തിൽ മലബാറിൽ വരുന്നത്. അവരാണ് JDT ഇസ്ലാം ഓർഫനേജ് ആരംഭിക്കുന്നത്. കലാപത്തിന്റെ ഇരകൾക്ക്, അതിലെ അനാഥരാക്കപ്പെട്ട കുട്ടികൾക്ക് പഠിച്ചു വളരാനുള്ള അവസരമൊരുക്കിക്കൊണ്ടാണ് അന്ന് പഞ്ചാബിലെ 920കളിൽ പഞ്ചാബിലെ ജനത കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ സഹായഹസ്തവുമായി ഇവിടെ എത്തിയത്. കാലം മാറിയപ്പോ അന്നത്തെ പഞ്ചാബിലെ പോലെ ഉള്ള അനുഗ്രഹീതമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അന്നത്തെ മലബാറിലെ അവസ്ഥയിലേക്ക് ഇന്ന് അവിടുത്തെ ജനത ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അത് തിരിച്ചു കൊടുക്കണം. നമ്മൾക്ക് ഒരു കേരളത്തിന്റെ ഒരു ചെറിയ ഭൂമിയിൽ നമ്മൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. മതസംഘടനകൾ തമ്മിൽ മത്സരിക്കുന്നു. ആ മത്സരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ആരോഗ്യകരമാണെങ്കിൽ അത് നല്ലതാണ്, അനാരോഗ്യകരമാണെങ്കിൽ അത് അപകടകരമാണ്. രണ്ടർത്ഥത്തിൽ അപകടം ചെയ്യും. ഒന്ന്, ഇവിടെ ആ അനാരോഗ്യകരമായ മത്സരം ഉണ്ടാക്കുന്ന ഏറ്റുമുട്ടലുകൾ അത് നമ്മെ ചിത്രീകരിച്ച് ദുർബലപ്പെടുത്തി കളയും. രണ്ട്, ഇതിൽ പാഴാക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഈ മത്സരത്തിൽ പാഴാക്കപ്പെടുന്നത് എന്താണ്? ഞാൻ വളരെ വേദനയോടുകൂടി പറയാം. എൻ്റെ നാടായ വാഴക്കാട്ട് 300 മീറ്റർ ചുറ്റളവിൽ 7 പള്ളികളുണ്ട്. 7ാമത്തെയോ 8ാമത്തെയോ പള്ളി റമദാനിൽ തുടങ്ങി. ആരോടാ നമ്മൾ എന്തിനാ മത്സരിക്കുന്നത്? അതുകൊണ്ട് അതിലൂടെ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം, അർഹരായ ഒരു ജനത അവഗണിക്കപ്പെടുന്നു എന്നതാണ്. അവരിലോട്ട് പോകേണ്ടുന്നതാണിത്. അവരിലോട്ട് പോകണം. നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നു, നമ്മൾ സക്കാത്ത് കൊടുക്കുന്നു, അതെല്ലാം ഇവിടെ ഒഴുകിയ തറക്കുന്നു, എല്ലാം ഇവിടെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഫിത്ർ സക്കാത്ത് നമ്മൾ ആർക്കാ കൊടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കാ കൊടുക്കേണ്ടത്? ആ ദിവസം പട്ടിണി കിടക്കുന്നവർക്ക്, അല്ലെ? പെരുന്നാൾ ദിവസം ആരും പട്ടിണി കിടക്കാൻ ഇടവരുത്. നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് പട്ടിണി കിടക്കുന്നവർക്കാ? നിങ്ങളൊന്ന് സ്വയം ആലോചിച്ചാൽ മതി. നിങ്ങൾ സംഘടനയോ മതോ എന്താവട്ടെ, സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ അരി വിഹിതം, എൻ്റെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കുന്നത് അന്ന് ഭക്ഷണം കിട്ടാത്തവർക്കാണോ, പട്ടിണി കിടക്കുന്നവർക്കാണോ? ഒരിക്കലും പെരിങ്ങാടിയിൽ നിന്ന് ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഫിത്ർ സക്കാത്തിന് അർഹരായ ആരുമില്ല. പാവങ്ങൾ ഉള്ളവർ തന്നെ പലയിടത്തിൽ കിട്ടിയ അരി കൂട്ടിയിട്ടിരിക്കാൻ വീട്ടിൽ. നേരത്തെ നമ്മൾ പറഞ്ഞ ജനത, പട്ടിണി കിടക്കുന്ന ജനത അവിടെയുണ്ട്. ആർക്കാ ഫിത്ർ സക്കാത്ത് എത്തേണ്ടത്? ഉദ്ഹിയ്യത്ത് എത്ര ബലി ഇറക്കുന്നു, ആ മാംസം നമ്മൾ എന്ത് ചെയ്യുന്നു? മാസത്തിൽ പോലും മാംസം കഴിക്കാൻ കിട്ടാത്ത ആളുകളുണ്ട്. ഉത്തരേന്ത്യയിലേക്ക് പോയാൽ, ബാട്ടിയിലൊക്കെ പോയാൽ കാണാം. പണമില്ല അത് വാങ്ങാൻ, അത് അറക്കാൻ. എന്നിട്ട് നമ്മൾ 5ഉം 10ഉം 15ഉം കിലോ ആണ് ഓരോരുത്തരുടെയും ഫ്രിഡ്ജിൽ ഒഴുകിയത് മാംസം സൂക്ഷിക്കുന്നത്. ഞാൻ തെക്കൻ കേരളത്തിൽ യാത്ര ചെയ്തപ്പോൾ അവിടുത്തെ ഒരു വീട്ടിൽ ബലിപെരുന്നാൾ കുത്തുവക്ക് പോയതാണ്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളെ വീട്ടിൽ ചുരുങ്ങിയത് 15 കിലോ ഒഴുകിയതിന്റെ മാംസം കൊണ്ടുവരും. എന്നിട്ട് അത് സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും. ഇത് കിട്ടാത്ത ഒരു മനുഷ്യ സമൂഹം അവിടെ ജീവിക്കുന്നു. നമ്മുടെ സക്കാത്തുണ്ട്, എന്തെല്ലാം ഉണ്ട്. ഇത് ഏത് അർത്ഥത്തിലാണ് നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുന്നു. അപ്പൊ നമ്മൾ പറയാ, അതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ കൊടുക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ എവിടെയാ പറഞ്ഞിട്ടുള്ളത്?
നാട്ടിൽ തന്നെയാണ് ഇത് കൊടുക്കേണ്ടത്. കൊടുക്കാൻ ബാധ്യതയുള്ള ആളുടെ നാട്ടിൽ കൊടുക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ പറഞ്ഞത്? അത് കിട്ടേണ്ട അവകാശികളെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അവകാശികൾ എവിടെയുണ്ടോ അവിടെ കൊടുക്കണം, അർഹർ എവിടെയുണ്ടോ അവിടെ കൊടുക്കണം. കൊടുക്കാൻ ബാധ്യതയുള്ള ആളുള്ള സ്ഥലത്തല്ല, അവകാശികൾ എവിടെയുണ്ടോ അവിടെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ അവകാശികൾ ഇല്ലാതെ പോയപ്പോഴാണ് യമനിൽ നിന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് സക്കാത്ത് കൊടുത്തയക്കുന്നത്. രാഷ്ട്രത്തിന്റെ വേറെ ഭാഗത്ത് സക്കാത്തിന് അർഹരുണ്ടാകും, അങ്ങോട്ട് പോകട്ടെ, യമനിൽ ആളില്ല എന്ന് പറയുന്നത്. ഈ ഒരു ബാലൻസിങ് നടക്കാത്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം വരുന്നത്. ഒരു ഭാഗത്ത് ദൂർത്ത് നടക്കുന്നു, മറുഭാഗത്ത് ദാരിദ്ര്യം നിലനിൽക്കുന്നു. ഈ വൈരുദ്ധ്യം അവസാനിപ്പിക്കണമെങ്കിൽ സക്കാത്തും ഫിത്ർ സക്കാത്തും ഉദ്ഹിയ്യത്തും തുടങ്ങി എന്തെല്ലാം കഴിയുന്നോ, ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്തെല്ലാം ഉണ്ടോ, അത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിന്ന് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് അത് നമുക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയണം. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. പള്ളികളില്ലാത്ത സ്ഥലത്ത് പള്ളികൾ, സ്കൂളില്ലാത്ത സ്ഥലത്ത് സ്കൂൾ. ഇപ്പോൾ ബംഗാളിലെ സുലീതല എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഹാജിക്കയുടെ നേതൃത്വത്തിൽ ഒരു പള്ളി. അവിടെ നമ്മുടെ പാനൂരിലെ മസ്ജിദുർ റഹ്മയുടെ അതേ പേരിൽ തന്നെ മസ്ജിദുർ റഹ്മ. ഇപ്പൊ ഏകദേശം ഒരു വർഷമായി അല്ലേ? ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷമാകും. സെപ്റ്റംബറിൽ മറ്റല്ല, സെപ്റ്റംബറിലാണ് അത്. പിന്നെ ഒരു പള്ളി അവിടെ എടുത്തു, അത് ഉദ്ഘാടനം ചെയ്തു. ആ ഒരു പള്ളി വരുന്നതോടുകൂടി നമ്മൾ വെറും ഒരു പള്ളിയായിട്ടല്ല അത് എടുത്തത്. അത് ശരിക്കും ആ ഗ്രാമത്തിന്റെ ഒരു കേന്ദ്രം എന്ന സ്വഭാവത്തിൽ, അവിടുത്തെ എല്ലാ സമൂഹത്തിന്റെ എല്ലാ വളർച്ചക്കും ഉതകുന്ന ഒരു കേന്ദ്രം എന്ന സ്വഭാവത്തിലാണ് നമ്മൾ അതിനെ വിഭാവനം ചെയ്തത്. അതാണ് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കിണറുകൾ എടുത്തു. അങ്ങനെ ഒരുപാട് സംഗതികൾ നമുക്ക് അവിടെ ചെയ്യാൻ കഴിയും. അത് ശരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നജീബ് സാഹിബിനെ വിശദീകരിക്കാനും ഒക്കെ ധാരാളമായിട്ട് കഴിയുക. ഇപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതുപോലെ തന്നെ പാനൂരിലെ ചില സുഹൃത്തുക്കൾ വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. സ്കൂളുകളിൽ നിന്നൊക്കെ മിടുക്കരായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുക. ഒരു കുട്ടിക്ക് ഒരു 25,000 രൂപ ഒരു വർഷത്തിൽ. നമ്മൾ ആ കുട്ടിയെ സ്പോൺസർ ചെയ്യുക, മിടുക്കരായ കുട്ടികളെ സ്പോൺസർ ചെയ്യുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാൻ കഴിയും. അത്തരം കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു സ്വഭാവത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. പരമ്പരാഗതമായ ഫിഖ്ഹിനും അപ്പുറത്ത് നമ്മൾ ഒരു രാജ്യത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും പുനർനിർമ്മാണത്തിൽ പങ്കാളികളാവുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മളിപ്പോ ഇവിടെയൊക്കെ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ടല്ലോ ഓർഫനേജിലേക്ക്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുട്ടികളെ കൊണ്ടുവരുന്ന ഓർഫൻസിനെയും അല്ല, കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ പലതരം കാരണങ്ങളുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, നമ്മൾ അതിന്റെ ചർച്ചയിലേക്ക് പോകുന്നില്ല. യഥാർത്ഥത്തിൽ അവരെ സേവിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല അനാഥ സംരക്ഷണത്തിന്റെ വഴി എന്താ? അവർ പിറന്ന നാട്ടിൽ, അവരുടെ ഗ്രാമത്തിൽ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനും വളരാനുമുള്ള അവസരം ഒരുക്കി കൊടുക്കാനാണ്. അവരെ മണ്ണിൽ നിന്ന്, അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്ന് മാത്രമല്ല, അത് ആ ഗ്രാമത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാ മതത്തിൽപ്പെട്ടവർക്കും കിട്ടേണ്ടതാണ്. ഖുർആൻ അനാഥ സംരക്ഷണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് മതവും വിശ്വാസവും സമുദായവും പറഞ്ഞിട്ടില്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ന സമുദായക്കാർ ഇന്ന മതക്കാരെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ വിവേചനം കാണിക്കണമെന്ന് എന്ന് ചിലർ ഉദ്ദേശിച്ചപ്പോ വിവേചനം പാടില്ല എന്ന് പറഞ്ഞ് തിരുത്തുകയാണ് ഖുർആൻ ചെയ്തത്. അതുകൊണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഗ്രാമങ്ങളെ ഏറ്റെടുക്കുക. അതാണ് വിഷന്റെ, ഹ്യൂമൻ കെയർ ഫൗണ്ടേഷന്റെ ഒക്കെ വലിയ ഒരു പ്രൊജക്ട്. അതാണ് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഗ്രാമങ്ങളെ ഒന്നാകെ ഏറ്റെടുക്കുക. അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്. MES ഒക്കെ ഏറ്റെടുക്കുന്നുണ്ട്. അവിടെ ഹോസ്പിറ്റലുകൾ പണിതിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട്ടുണ്ടായിരുന്ന കലക്ടർ PB സലീം സാഹിബ്, ഞാൻ ബംഗാൾ സന്ദർശനത്തിനിടയ്ക്ക് ഒരു ദിവസം അദ്ദേഹത്തെ കണ്ടു. അപ്പൊ അദ്ദേഹം പകല് പോയിട്ട് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ എനിക്ക് സമയമില്ല, നിങ്ങൾ രാത്രി വാ, നമുക്ക് വിശദമായിട്ട് ഇരിക്കാന്ന് പറഞ്ഞ് രാത്രി 2-3 മണിക്കൂർ സമയം അദ്ദേഹം ചെലവഴിച്ചു. അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പ്രൊജക്റ്റുകളുമായിട്ട് വാ, എനിക്ക് നിങ്ങൾക്ക് ഭൂമി തരാൻ പറ്റും, പ്രൊജക്റ്റുകളുമായിട്ട് നിങ്ങൾ വാ. ഒരുപാട് അവസരങ്ങൾ ഇവിടെ ഉണ്ട്, ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണ് അങ്ങോട്ട് തുറക്കണം. സിദ്ദീഖ് ഹസൻ സാഹിബ് നമുക്കൊരു ടോർച്ച് അടിച്ചു തന്നിട്ടുണ്ട്. ആ വെളിച്ചത്തിൽ നമ്മൾ ആ ജനതയെ കാണണം, അത് നമ്മൾ ഏറ്റെടുക്കണം. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ മാൻ പവർ എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതൊക്കെയും കൊടുത്തുകൊണ്ട് ഒരു ജനതയെ, ഒരു രാജ്യത്തെ പുനർനിർമ്മിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ നമ്മൾ വേദനകളെക്കുറിച്ച്, സങ്കടങ്ങളെക്കുറിച്ച്, പ്രയാസങ്ങളെക്കുറിച്ച്, പീഡനങ്ങളെക്കുറിച്ച്, മർദ്ദനങ്ങളെക്കുറിച്ച്, വേട്ടയാടലുകളെക്കുറിച്ച് ഒരുപാട് ഇരുന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ കരച്ചിൽ കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇത്തരം വേദനകളെ ചൊല്ലി കരഞ്ഞിട്ടില്ല ജനങ്ങളുടെ മുമ്പിൽ. നബി സ്വപ്നം കാണാൻ പറഞ്ഞു ജനതയോട്, നാളെ കുറിച്ച് സ്വപ്നം കാണാൻ പറഞ്ഞു, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞു.
നമ്മൾ കരഞ്ഞുകൊണ്ടേയിരിക്കുക, പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക, പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര വൈകാരികമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. എന്താ നേടുക? ഒന്നും നേടാനില്ല, ഒന്നും നേടില്ല നമ്മൾ. അതേസമയം നിങ്ങൾ 4 കുട്ടികളെ പഠിപ്പിച്ചു നോക്കും. എനിക്ക് നല്ല ഒരു അനുഭവം, സന്തോഷമുള്ള അനുഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, അസമിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, മേഘാലയ യൂണിവേഴ്സിറ്റി. മഹബൂബുൽ ഹക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തുന്ന 300 ഏക്കർ സ്ഥലത്ത് നിങ്ങൾ പോയിട്ട് കാണേണ്ട യൂണിവേഴ്സിറ്റിയാണത്. ഞാൻ ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സന്ദർശിച്ചു. മേഘാലയ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അത് ആ സന്ദർശിച്ച സമയത്ത് ഒരു കുട്ടി, എൻ്റെ രൂപം കണ്ടിട്ട് ഒരു കുട്ടി ഓടി വന്നു. എന്നിട്ട് അവൻ കൈപിടിച്ച് സലാമൊക്കെ പറഞ്ഞിട്ട് എന്നോട്, അസം സംസ്ഥാനക്കാരനാണ്, അവൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ കേരളത്തിൽ നിന്നല്ലേ? അതെ, ഞാൻ അൻസാർ സ്കൂളിൽ പഠിച്ചതാണ്, +2 വരെ. തൃശ്ശൂർ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചതാണ്. അവൻ അസമിൽ നിന്ന് വന്നു, ഇവിടുന്ന് +2 കഴിഞ്ഞു, ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബിടെക്. അപ്പൊ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് അവസരം, അതൊക്കെ വല്ലാത്ത സന്തോഷം തോന്നിയിട്ടുള്ള സന്ദർഭങ്ങളാണ്. അപ്പോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇതുപോലെ ഒരു പരിപാടി തലശ്ശേരിയിൽ നടന്നിരുന്നു. ആ പരിപാടിക്ക് ശേഷം പിന്നെ ഒരു മീറ്റിംഗ് വെക്കുകയും അവിടെ ആളുകളൊക്കെ കൂടിയിരുന്ന് അവിടെ ഒരു കമ്മിറ്റി കോർഡിനേറ്റ് ചെയ്തു. അവർക്ക് ഏതൊക്കെ ഗ്രാമങ്ങൾ ഏറ്റെടുക്കാം, ഏതൊക്കെ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാം എന്നതിനെ കുറിച്ച് അവർ ചർച്ച ചെയ്തിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഭാവിയിലേക്ക് ഉതകുന്ന പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ തുണക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.